ഈ കഥ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് സത്യം പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും ഒരുപാട് കരഞ്ഞു. ഞാൻ റിയലി ഭയങ്കരമായിട്ട് കരയേണ്ടി വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ കഥ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു നൊമ്പരം ബാക്കിയാക്കും ഈ കഥ. തീർച്ചയായിട്ടും എല്ലാവരും മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. നൂറുൽ ഗസൽ. രചന സഹല പത്തേശാലി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. സ്ഥിരമായി അവൻ ചെന്നിരിക്കാറുള്ള ആ സ്ഥലത്ത് തന്നെ അവൻ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. പ്രതീക്ഷ തെറ്റിക്കാതെ അവൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. എങ്ങോട്ടുമില്ലാതെ കണ്ണു നട്ട് നോക്കിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഗസൽ. 2 വർഷത്തോളമായി അവൻ്റെ മുഖത്തൊരു പുഞ്ചിരിയെങ്കിലും കാണണമെങ്കിൽ ഇവിടെ വരണം. ഇനി അവൻ്റെ കഥ അവനിലൂടെ തന്നെ കേൾക്കാം. നൂറ, അതായിരുന്നു അവളുടെ പേര്. നൂറുൽ ഗസൽ. ഈ ഗസലിൻ്റെ സ്വന്തം നൂറു. വർഷം എത്ര കഴിഞ്ഞാലും മറവിക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലാത്ത എൻ്റെ സ്വന്തം നൂറു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കോളേജിൽ നിന്ന് 1/2 കിലോമീറ്റർ അപ്പുറത്താണ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. വൈകുന്നേരം ഞങ്ങളുടെ ക്ലാസ് നേരത്തെ തീരുന്നതുകൊണ്ട് ആ സ്കൂളിനടുത്തുള്ള വെയിറ്റിംഗ് ഷെഡിൽ ഞങ്ങൾ സ്ഥാനം പിടിക്കും. ഈ ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും എൻ്റെ കൂടെയുള്ള കുറച്ച് പോളി ചെക്കന്മാരും. തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ വെയിറ്റിംഗ് ഷെഡിൽ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. സ്കൂൾ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി ബസ്സിൽ കയറ്റി അയക്കുവാനുള്ള ഒരു പറ്റം ആങ്ങളമാരുടെ സംരക്ഷണ വലയം തീർക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചില പ്രൈവറ്റ് ബസ് ജീവനക്കാർക്ക് ഒരഹങ്കാരമുണ്ട്. ഫുൾ ചാർജ് കൊടുക്കുന്നവർ മാത്രം ഇരുന്ന് വിലസാനുള്ളതാണ് ബസ് എന്ന്. CT ചാർജ് കൊടുക്കുന്ന കുട്ടികളെ പുച്ഛത്തോടെ കാണുന്ന ചില ബസ് ജീവനക്കാരുണ്ട് കൂട്ടത്തിൽ. സാധാരണയായി എല്ലാ സ്കൂളിനടുത്തുള്ള വെയിറ്റിംഗ് ഷെഡിന് മുമ്പിൽ കാണാറുള്ള പോലെ ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡിന് മുമ്പിലും ആ കാഴ്ച തന്നെയാണ് സ്ഥിരമായി അരങ്ങേറുന്നത്. ഓട്ട മത്സരത്തിന് റെഡിയായി നിൽക്കുന്ന പോലെയാണ് ഓരോ കുട്ടികളും ബസ് വരുന്നത് നോക്കി നിൽക്കുന്ന നിൽപ്പ്. എന്നാൽ ബസ് വന്ന് നിർത്തിയുടൻ കുട്ടികൾ അതിൽ കയറിപ്പറ്റാനുള്ള ശ്രമം ആവുവിധം നടത്തിയാലും 1-2 കുട്ടികൾ കയറുമ്പോഴേക്കും ബസ് എടുത്തിട്ടുണ്ടാവും. ചിലതിൻ്റെ ഒരു കാല് ബസ്സിലും മറ്റേ കാൽ റോട്ടിലും, മറ്റു ചിലത് റോഡിൽ വീണു പോയിട്ടുണ്ടാവും. തെളിച്ചു പറഞ്ഞാൽ മര്യാദക്ക് സ്കൂൾ വിദ്യാർത്ഥികളെ അവർ ബസ്സിൽ കയറ്റാറില്ല. ഈ കാഴ്ചകളൊക്കെ കാണാൻ രസകരമാണെങ്കിലും ഞങ്ങൾക്ക് അത്ര പിടിച്ചിരുന്നില്ല. അങ്ങനെ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി വരുന്ന ഓരോ ബസ്സും തടഞ്ഞു വെച്ച് ഒരു ബസ്സിൽ മിനിമം 10 കുട്ടികളെങ്കിലും കയറ്റിയേക്കാനുള്ള ശ്രമം തുടങ്ങി. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ആ വെയിറ്റിംഗ് ഷെഡിൽ സ്ഥാനം പിടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ബസ് ജീവനക്കാരുമായി ഞങ്ങൾ വഴക്കാവും. ഒരു ഭാഗത്ത് വഴക്ക് നടക്കുമ്പോൾ മറുഭാഗത്തു കൂടി 10 കുട്ടികൾക്കെങ്കിലും ബസ്സിൽ കയറാനുള്ള അവസരം ഞാൻ ഒരുക്കി കൊടുക്കും. അതുകൊണ്ട് തന്നെ ആ സ്കൂളിലെ കുട്ടികൾക്കെല്ലാം എന്നോടും കൂട്ടുകാരോടും വല്ലാത്തൊരു ബഹുമാനമായിരുന്നു. എല്ലാ ദിവസത്തെയും പോലെ അന്നും ഒരു ബസ്സിനെ തടഞ്ഞു. 10 കുട്ടികളെയൊന്നും ബസ്സിൽ കയറ്റാൻ കഴിയില്ലെന്ന് അവരും കയറ്റിയിട്ട് പോയാൽ മതിയെന്ന് ഞാനും. വാക്കായി തർക്കമായി. ഒടുവിൽ കയ്യേറ്റം വരെ എത്തി. ഡ്രൈവർ ഇറങ്ങി എൻ്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ച് എൻ്റെ മോന്തക്കിട്ടൊന്ന് പൊട്ടിക്കാൻ വേണ്ടി അവൻ്റെ വലത് കൈ ആഞ്ഞു വീശിയതും പെട്ടെന്ന് ഒരു പെൺകുട്ടി ഓടി വന്ന് എന്നെ തള്ളിമാറ്റി എൻ്റെ മുഖത്ത് പതിക്കേണ്ട അടി അവളുടെ കവിൾത്തടെ ഏറ്റുവാങ്ങി. ഒരു നിമിഷത്തേക്ക് അവിടെ കൂടിയവരെല്ലാം അമ്പരന്നു. ബസ്സിലെ വളയം പിടിച്ച് തഴമ്പിച്ച കൈകൊണ്ട് പതിഞ്ഞ അടി അവളുടെ തുടുത്ത കവിളിനെ തക്കാളി പോലെ ചുവപ്പിച്ചു. സത്യത്തിൽ ആരാണിവൾ? ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി. അതിനപ്പുറത്തേക്ക് എനിക്കവൾ അറിയില്ല. ഞാനിത് ക്ഷമിച്ചെന്ന് വരും, പക്ഷെ ഞങ്ങളുടെ ചേട്ടന്മാരെ തൊട്ട് കളിച്ചാ വിവരറിയും. ഒരു ഭീഷണി രൂപത്തിൽ ആ ഡ്രൈവറുടെ നേർക്ക് വിരൽ ചൂണ്ടി അവളത് പറഞ്ഞ് അവിടെയുള്ള കുട്ടികളുടെ അടുത്തേക്ക് നടന്നു. പിന്നീടുള്ള ദിവസങ്ങളിലും ഞങ്ങൾ ഞങ്ങളുടെ കലാപരിപാടികൾ റോഡിൽ തുടർന്നു. പക്ഷെ ആ പെൺകുട്ടി ആരാണെന്നോ അവളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനോ ഞാൻ പോയില്ല. അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയതുമില്ല. എന്തിനേറെ എനിക്ക് കിട്ടേണ്ടിയിരുന്ന തല്ല അവളെന്തിനെ ഏറ്റുവാങ്ങിയതെന്ന് പോലും ഞാൻ തിരക്കിയില്ല. ഒരു ദിവസം ഞങ്ങൾ എത്ര തടയാൻ ശ്രമിച്ചിട്ടും 1-2 ബസ്സുകൾ നിർത്താതെ പോയപ്പോൾ അത് അവർ തമ്മിലുള്ള പ്ലാനിങ് ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾക്ക് വാശിയായി. അടുത്ത ദിവസം ഓരോ ബസ് വരുമ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം റോഡിലിറങ്ങി റോഡിന് ക്രോസായി നിരന്നു നിന്നു. ഇത് കണ്ട് ഓരോ ഡ്രൈവർമാരും അനുസരണയോടെ കുട്ടികളെ ബസ്സിൽ കയറ്റി പോയി തുടങ്ങി. വീണ്ടും അടുത്ത ബസ് വരുന്ന സമയമായപ്പോഴേക്കും ഞങ്ങൾ റോഡിൽ നിരന്നു നിന്നു. പക്ഷെ ആ ബസ് വരുന്ന കണ്ട് പന്തിയേട് തോന്നിയ എൻ്റെ ഫ്രണ്ട്സ് വേഗം റോഡിന് സൈഡിലേക്ക് മാറി നിന്നു. ബസ് വരുന്ന സ്പീഡ് കണ്ട് ഡ്രൈവർക്ക് നിർത്താനുള്ള ഉദ്ദേശമില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ മാറി നിൽക്കാതെ റോഡിന് നടുവിലായി തന്നെ നിന്നു. റോഡിൽ എന്നെ കണ്ടവൻ ബ്രേക്ക് ഇടുമെന്ന് കരുതി എനിക്ക് തെറ്റി. ബസ് എന്നിൽ നിന്ന് ജസ്റ്റ് 2 മീറ്റർ അപ്പുറത്തെത്തിയതും ഏതോ ഒരു ശക്തി ഒരു സൈഡിൽ നിന്ന് ഓടി വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് എന്നെയും കൊണ്ട് ഒരൊറ്റ ഓട്ടം. കെട്ടിമറിഞ്ഞ് ദേ കിടക്കുന്നു. രണ്ടും കൂടെ അപ്പുറത്തെ പറമ്പിൽ. 2-3 പ്രാവശ്യം ഉരുണ്ട് മറിഞ്ഞ് എനിക്ക് അഭിമുഖമായി എൻ്റെ നെഞ്ചിൽ വീണ് കിടക്കുന്ന കുട്ടിയെ കണ്ട് ഞാനൊന്ന് അമ്പരന്നു. അവൾ അന്ന് എനിക്ക് കിട്ടേണ്ട തല്ലി ഏറ്റുവാങ്ങിയ അതേ മുഖം. നീ? അറിയാതെ എൻ്റെ ശബ്ദം ഉയർന്നു. പേടി കൊണ്ട് അവൾ വിറക്കുന്നുണ്ടായിരുന്നു. ഞാൻ മരിച്ചു ജീവിച്ച നിമിഷം. ശരിക്കും ആ ഒരൊറ്റ സംഭവം കൊണ്ട് അവൾ എൻ്റെ കൽബിലങ്ങ് ക്ലിക്കായി. ഒന്നും മനസ്സിലാവാതെ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കിയ ഒറ്റ നിമിഷം.
ഞങ്ങളുടെ ഹൃദയമിടിപ്പുകൾ കൂടിക്കലർന്ന നിമിഷം. അപ്പോഴേക്കും കൂട്ടുകാർ ഓടിക്കൂടി ഞങ്ങൾ എഴുന്നേൽപ്പിച്ചു. ഡാ പിന്നാലെ ചെന്ന് പിടിക്കണവനെ, അവൻ നിർത്താൻ പോയത് കണ്ടില്ലേ? ഈ കുട്ടിയെങ്ങാനും ഓടി വന്ന് ഇവരെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ജീവനായിരുന്നു ഈ റോഡിൽ ചതഞ്ഞറിയേണ്ടിയിരുന്നത്. കൂട്ടുകാരൻ ഇമ്രാന്റെ അലർച്ച കേട്ടപ്പോഴാണ് ആ സത്യം ഞാനും മനസ്സിലാക്കുന്നത്. ഇവളെങ്ങാനും എന്നെയും കൊണ്ട് ഓടിയില്ലായിരുന്നെങ്കിൽ ആ ടയറിനടിയിൽ തീരുമായിരുന്നു എൻ്റെ ജീവൻ. വീഴ്ചയുടെ ആഘാതത്തിൽ എൻ്റെ കാലിൽ ചെറിയ പരിക്കുകൾ ഉണ്ടായിരുന്നു. നേരാമണ്ണം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തപ്പോൾ ഉടൻ തന്നെ കൂട്ടുകാരനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എൻ്റെ കണ്ണുകൾ അവളെ പരതിയെങ്കിലും അവിടെയും അവളെ കണ്ടില്ല. ഡാ അവൾ എവിടെയാണ് ആ കുട്ടി? അവൾക്ക് എന്തെങ്കിലും? ഇല്ലടാ, അവൾക്ക് പ്രശ്നമൊന്നുമില്ല, അവൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ പകുതി ആശ്വാസമായി. എൻ്റെ കാലിൻ്റെ ലിഗ്മെന്റിൽ ചെറിയ പ്രശ്നമുണ്ടെന്നും 2 ആഴ്ചയെങ്കിലും റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് കാലിൽ ബാൻഡേജ് ചെയ്തു. കൂട്ടുകാർ ചേർന്ന് എന്നെ വീട്ടിൽ കൊണ്ടാക്കി. കോളേജിലെ പോക്ക് നിർത്തി 15 ദിവസത്തെ വിശ്രമം. കോളേജും കൂട്ടുകാരും ഒച്ചയും ബഹളവുമായി ലൈഫ് കഴിച്ചുകൂട്ടിയെന്ന് എനിക്ക് വീട്ടിലെ ഏകാന്തത വല്ലാതെ മടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ മുഖം എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്തു തുടങ്ങി. കുറച്ചു സമയം മാത്രം കണ്ണിൽ പതിഞ്ഞിരുന്ന ആ മുഖം പല രാത്രികളിലും ആ കണ്ണുകൾ എൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്നു. ശരിക്കും ആരാണ് അവൾ? എന്തിനാണ് അവൾ സ്വന്തം ജീവൻ പണയം വെച്ച് എൻ്റെ ജീവൻ രക്ഷിച്ചത്? അതിന് മാത്രം ഞാൻ അവൾക്ക് ആരാണ്? ഇനി അവൾക്ക് എന്നോട് വല്ല പ്രണയമോ മറ്റോ? ചോദ്യങ്ങൾ പലതും മനസ്സിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ പേരറിയാനും അവളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും എനിക്ക് ആകാംക്ഷയായി. എപ്പോഴോ എനിക്ക് ആ കണ്ണുകളോട് പ്രണയം തോന്നി തുടങ്ങിയോ? ഇല്ല, അതൊരിക്കലും ഉണ്ടാവില്ല. പ്രണയം എന്ന വാക്കിനെ ഒരിക്കൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും വേരോടെ പിഴുതെറിഞ്ഞതാണ്. അത്രയ്ക്ക് വെറുത്തതാണ്. പ്രണയം എന്ന പവിത്രമായ ആ വാക്കിനെ ഒരാൾ ഇത്രത്തോളം വെറുക്കണമെങ്കിൽ അത്രമാത്രം നമ്മൾ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടാവണം. എന്നിട്ട് നമ്മളിൽ നിന്ന് അവർ ആഗ്രഹിച്ചെല്ലാം നേടിക്കഴിഞ്ഞു എന്ന് അറിയുമ്പോൾ, നമ്മളെക്കാൾ പവറും പത്രാസുള്ള ഒരുത്തനെ കിട്ടുമെന്ന് കാണുമ്പോൾ, പരിഭവങ്ങൾ പറഞ്ഞും നോവുകൾ പറഞ്ഞും കള്ളക്കണ്ണീരുമായി നമ്മൾ പോലും അറിയാതെ അവർ നമ്മിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ആ നിമിഷമുണ്ടല്ലോ, പ്രണയം എന്ന വാക്കിനെ വെറുക്കപ്പെടുന്ന നിമിഷം, എല്ലാം മറമാടുന്ന നിമിഷം. പക്ഷെ എത്ര മറക്കാൻ ശ്രമിച്ചാലും ജീവനുള്ള കാലം ഹൃദയത്തിലൊരു മുറിവായി അതങ്ങനെ കിടക്കും. 1 വർഷം മുമ്പ് അങ്ങനെയൊന്ന് അനുഭവിച്ചതിനാണ് ഞാൻ. അത്രത്തോളം സ്നേഹിച്ചിരുന്നു ഞാൻ അവളെ. എന്നെക്കാൾ കാശുള്ള കുടുംബത്തിലെ ഒരുത്തിനെ കണ്ടപ്പോൾ നൈസായിട്ട് തേച്ചു പോയവൾ. അന്നെടുത്ത തീരുമാനമാണ് ഇനി പ്രണയം എന്ന സംഗതി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന്. പിന്നെ എന്തിനാണ് ഇപ്പം മറ്റൊരു മുഖം എൻ്റെ ഉറക്കം കെടുത്തുന്നത്? സിറ്റ് ഔട്ടിൽ നിന്ന് ഉമ്മയുടെ സംസാരം കേട്ടാണ് ഞാൻ ചിന്തയിൽ നിന്ന് മുക്തനായത്. അപ്പോഴേക്കും ഉമ്മ എൻ്റെ റൂമിൽ വന്നു. മോനെ, നിന്നെ കാണാൻ നിന്റെ കൂട്ടുകാരിതാ വന്നിരിക്കുന്നു, നിങ്ങൾ ഇരുന്ന് സംസാരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അതും പറഞ്ഞ് ഉമ്മ കിച്ചണിലേക്ക് പോയി. ഇമ്രാനെയും ഇർഫാനെയും കണ്ട എനിക്ക് സന്തോഷം അടക്കാനായില്ല. ഡാ നിങ്ങൾ? അതേടാ, കോറോസായിട്ട് വരണമെന്ന് കരുതുന്നു. ഇപ്പോഴാ സാഹചര്യം ഒത്തുവന്ന്. പിന്നെ എങ്ങനെയുണ്ട് കാലിന്? പ്രശ്നമൊന്നുമില്ലല്ലോ? അവർ വന്ന നിൽപ്പിൽ തന്നെ ചോദ്യങ്ങൾ തുടങ്ങി. ആ, ചെറിയൊരു പെയിനുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 2 ദിവസം കൊണ്ട് ഭേദമായിക്കോളും, നിങ്ങൾ ഇരിക്ക്. ഞാൻ ചെയറിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഡാ, ഞങ്ങളെ കൂടാതെ നിനക്ക് വേറെ ഗസ്റ്റ് കൂടെ ഉണ്ട്. അതും പറഞ്ഞ് ഇമ്രാൻ അവരുടെ പുറകിലേക്ക് നോക്കി. ആരായിരിക്കുമെന്ന ആകാംക്ഷയിൽ ഞാനും എന്ന് എത്തി നോക്കി. അവരുടെ പുറകിൽ നിന്ന് എൻ്റെ മുമ്പിലേക്ക് വന്ന ആളെ കണ്ട് ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. അവൾ പലവട്ടം എൻ്റെ പിന്നാലെ ഒരു നിഴലായി നിന്നവൾ. പടച്ചോൻ വീണ്ടും അവൾ എൻ്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു. 2 ദിവസമായി നിന്നൊന്ന് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരിക. ഇന്ന് ഇവൾക്ക് ക്ലാസ് നേരത്തെ കഴിഞ്ഞപ്പോൾ ഇന്ന് തന്നെ ആകാമെന്ന് വെച്ചു. എന്നാൽ നിങ്ങൾ സംസാരിക്കും, ഞങ്ങൾ അപ്പുറത്തുണ്ട്. അതും പറഞ്ഞ് അവരെൻ്റെ റൂമിൽ നിന്ന് ഹാളിലേക്ക് പോയി. എന്തു പറയണമെന്നറിയാതെ ഞാൻ അവളെ ഒന്ന് നോക്കി. 14 ആവുതിച്ച പോലൊരു പ്രതീതി. ഹായ്, ഞാൻ നൂറ, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആ പേര് എൻ്റെ മനസ്സിൽ 1000 തവണ മുഴങ്ങിക്കൊണ്ടിരുന്നു. നൂറ ഇരിക്കും, ഞാൻ ഗസൽ. ഞാൻ എന്നെയും പരിചയപ്പെടുത്തി കൊടുത്തു. അറിയാം, അവർ പറഞ്ഞു നിങ്ങളാണ് ഗസലെന്ന്. ആ പേര് ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, ബട്ട് ആളെ അറിയില്ലായിരുന്നു. പിന്നെ ഐ ആം റിയലി സോറി കേട്ടോ. ഞാൻ കാരണം ഈ അവസ്ഥയിലായല്ലേ, ഒരുപാട് ക്ലാസ്സുകൾ മിസ്സായില്ലേ. എന്താണോ എന്നോട് സോറി പറയും, ഞാൻ നിന്നോട് നന്ദി പറയില്ലേ വേണ്ടത്. എത്ര നന്ദി പറഞ്ഞാലും താൻ ചെയ്ത പ്രവൃത്തിക്ക് പകരാവില്ലെന്നറിയാം. എന്നാലും പറയാം, ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ജീവൻ രക്ഷിച്ചതിന്. അപ്പോഴത്തെ ഒരു ആവേശത്തിന് ഞാൻ റോഡിൽ നടുവിൽ തന്നെ നിന്നതായിരുന്നു. മരണത്തെ മുന്നിൽ കണ്ട എന്നെ സ്വന്തം ജീവൻ പണവെച്ച് നീ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ആ ടയറിനടിയിൽ തീരേണ്ടതായിരുന്നു എൻ്റെ ജീവൻ. പിന്നെ എല്ലാവരും കൂടെ എൻ്റെ മാംസം റോട്ടിൽ നിന്ന്. ഗസൽ, സ്റ്റോപ്പ്, മതി പറഞ്ഞത്. അവൾ പെട്ടെന്ന് എൻ്റെ സംസാരത്തിനോട് കയറി. നൂറ, നീ കാരണോ എന്നിൽ ഇന്നും ജീവൻ നിലനിൽക്കുന്നു. നീ തിരിച്ചു തന്ന ജീവന് പകരം നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരും. അവളൊരു പുഞ്ചിരിയോടെ എല്ലാം കേട്ടിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി.
വീട്ടിലെത്തിയാൽ വൈകൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് അവൾ പോവാനിറങ്ങി. അവൾ ഗുഡ് ബൈ പറഞ്ഞു പോയപ്പോൾ ഇനിയും ഒരുപാട് സംസാരിക്കണമെന്ന് മനസ്സ് വെറുതെ കൊതിക്കുന്നുണ്ടായിരുന്നു. അവൾ പോയി കഴിഞ്ഞിട്ടും എൻ്റെ മുറിയിൽ നിറഞ്ഞു നിന്ന അവളുടെ ഗന്ധം എന്നെ വല്ലാതെ മത്തു പിടിപ്പിച്ചു. ഏത് സമയത്തും നൂറ എന്ന നാമം എൻ്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു. എന്തിന്? ഒരു സൗഹൃദത്തിനപ്പുറത്തേക്ക് അവളെ എന്നല്ല ഇനി ഒരാളെയും എനിക്ക് കാണാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ അടഞ്ഞ അധ്യായമാണ് പ്രണയം. അത് തുറക്കാൻ കഴിവുള്ളവൾ എന്നെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നവളായിരിക്കും. കാലിലെ പരിക്കുകൾ സുഖമായതോടെ ഞാൻ കോളേജിൽ പോയി തുടങ്ങി. പഴയ പരിപാടികൾ റോഡിൽ വീണ്ടും അരങ്ങേറി തുടങ്ങി. നൂറയ്ക്ക് പ്രത്യേക സുരക്ഷ ഞാൻ ഒരുക്കി തുടങ്ങി. പലപ്പോഴും അറിയാതെ എൻ്റെ കണ്ണുകൾ അവളെ തേടി പോവാറുണ്ട്. വൈകാതെ തന്നെ ഞങ്ങൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി മാറി. മെസ്സേജുകളും കോളുകളുമായി ഞങ്ങൾ ഒരുപാട് അടുത്തു. എൻ്റെ സൗഹൃദം പ്രണയത്തിലേക്ക് വീഴാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം അവളത് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ലല്ലോ. ഞങ്ങൾക്കിടയിൽ ഒരു മറവിരിക്കാതെ എല്ലാം തുറന്നു പറയുന്ന ഒരു ബന്ധം തന്നെ ഞങ്ങൾ സ്ഥാപിച്ചെടുത്തു. എന്നെ പൂർണ്ണമായി മനസ്സിലാക്കിയ നല്ലൊരു സുഹൃത്തായി അവൾ എനിക്ക്. ദാ ഇമ്രാനെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടിയിരുന്നപ്പോൾ ഞാനൊരു വിഷയം വലിച്ചിട്ടു. പറയട ഗസലെ, നമുക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ഗ്യാങ്. നല്ലതായാലും ചീത്തയായാലും തക്കതായ മറുപടിയും കിട്ടും. ഇമ്രാൻ, ശരിയോ തെറ്റൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. ദാ, എൻ്റെ നൂറെ എനിക്കൊരു സുഹൃത്തായി മാത്രം കാണാൻ കഴിയില്ല. അവളോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. ആ കണ്ണുകളോട് അടങ്ങാത്ത പ്രണയമാണ് എനിക്ക്. ആരിത്? ഗസലേനല്ലേ ഈ പറയുന്നത്? ഒരിക്കലും ഒരുത്തി ആത്മാർത്ഥമായി പ്രണയിച്ചിട്ട് അവസാനം ആ പ്രണയം പൊട്ടിപ്പൊളിഞ്ഞ് തൂഫാനായി നീ ഒരു പ്രാന്തനെ പോലെ നടന്നാൽ മറന്നോ നീ? അന്ന് നീ തന്നെയല്ലേ പറഞ്ഞിരുന്നത് പ്രണയത്തിൽ കൂടുതലും വഞ്ചനയാണെന്ന്, ഒരു പെണ്ണിനെ നീ വിശ്വസിക്കില്ലെന്ന്. എന്നിട്ടിപ്പോൾ എന്തേ വീണ്ടും ഇങ്ങനെ തോന്നൽ? ഇമ്രാൻ, നീ പറഞ്ഞെല്ലാം ശരി തന്നെയാ. ഒരിക്കൽ ഞാൻ എല്ലാം മറമാടിയതാ. അന്ന് ആ പെണ്ണ് എൻ്റെ സ്നേഹമായിരുന്നില്ല കൊതിച്ചിരുന്നു. കാശിനും മറ്റുമായി അവൾ എന്നെ മുതലെടുക്കുകയായിരുന്നു. അന്ന് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ശരിയാണ്, പക്ഷേ നമ്മൾ പോലും അറിയാതെ ഇഷ്ടമാണെന്നൊരു വാക്കുപോലും പറയാതെ നമ്മൾ ആത്മാർത്ഥമായി പ്രണയിക്കുന്നവരുണ്ട് പെൺകുട്ടികളുടെ കൂട്ടത്തിൽ. സൗഹൃദ രൂപത്തിലാണെങ്കിലും നമ്മളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി, നമ്മളെ ഒന്ന് കാണാൻ വേണ്ടി അവരുടെ വിലപ്പെട്ട സമയം മാറ്റിവെക്കുന്നവർ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ പല മായാജാലങ്ങളും സൃഷ്ടിക്കുന്നവർ. പക്ഷെ നമ്മൾ പലപ്പോഴും ആ സ്നേഹം കാണാൻ ശ്രമിക്കാറില്ലെന്നതാണ് യാഥാർത്ഥ്യം. അറിയാതെയാണെങ്കിലും എത്ര അവഗണിച്ചാലും നമ്മളിലേക്ക് തന്നെ അവർ ഇടിച്ചു കയറി വന്നുകൊണ്ടേയിരിക്കും. അവസാന സ്നേഹം നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും നമുക്കവരെ നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ അല്ലേടാ എൻ്റെ നൂറെ എനിക്ക്. എന്നിൽ നിന്നൊന്നും ആഗ്രഹിക്കാതെ അവൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമായിരിക്കില്ലേ? ആ സ്നേഹം എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? അവളുടെ ഒരു പുഞ്ചിരിയായിരുന്നു അടഞ്ഞിരുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന്. ഗസൻ, സത്യമാടാ, നിനക്കങ്ങനെ തോന്നുന്നുണ്ടാവും. പക്ഷെ നൂറെ പോലൊരു പെൺകുട്ടിയെ നമുക്കൊക്കെ കണ്ട് കൊതിക്കാനേ കഴിയും. അത്രയ്ക്ക് വലിയ കൊമ്പത്തിരിക്കുന്ന ടീമാ അവർ. നാട്ടിലെ സമ്പന്നൻ്റെ മകൾ, 4 മല്ലന്മാരുടെ ഒരേ ഒരു കുഞ്ഞു പെങ്ങൾ. നമ്മളെപ്പോലുള്ളവർക്കൊന്നും അവളുടെ ഒന്നും രോമത്തി തൊടാൻ പോലും കിട്ടില്ല. വെറുതെ എന്തിനാടാ പ്രണയത്തിൻ്റെ പേരും പറഞ്ഞ് ഒരിക്കൽ കൂടി വിഷമിക്കുന്നത്? നൂറെ ഒരു സുഹൃത്തായി കിട്ടിയ തന്നെ നിന്റെ ഭാഗ്യം. ആ സുഹൃത്തിന് ഭംഗം വരുത്താതെ നീ സൂക്ഷിച്ചോ. സമ്പന്ന കുടുംബത്തിൽപ്പെട്ട നൂറയെ സ്വന്തമാക്കാനുള്ള അർഹത എനിക്കില്ല എന്നത് ഇമ്രാന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അവൾക്ക് എന്നോട് എപ്പോഴെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ പണമോ പ്രശസ്തിയോ ഒരു തടസ്സമാവില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. വീട്ടിലെ പുന്നാര മോളാണെങ്കിലും പക്വത നിറഞ്ഞ സംസാരവും പെരുമാറ്റവുമായിരുന്നു നൂറയുടേത്. എനിക്കറിയാത്ത പല കാര്യങ്ങളും അവൾ പറഞ്ഞു തരും. എന്നിലെ തെറ്റുകൾ ഉപദേശിച്ച് തിരുത്തും. ഒരു സുഹൃത്തിനപ്പുറത്തേക്ക് എനിക്കവൾ ആരൊക്കെയോ ആയിരുന്നു. എൻ്റെ ഒരു മെസ്സേജിനോ കോളിനോ വൈകിയാൽ അവൾ അന്വേഷിക്കും. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിക്കും. ആ ഹൃദയത്തിൽ എനിക്കവൾ പ്രത്യേകമായൊരു സ്ഥാനം നൽകിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവളുടെ പെരുമാറ്റം കാണുമ്പോൾ അവളോടുള്ള എൻ്റെ ഇഷ്ടം കൂടിക്കൂടി വന്നു. പക്ഷേ ഞാനത് അവളോട് പറയാൻ പോയില്ല. കാരണം അവൾക്ക് എന്നോട് ഒരിക്കലും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലെങ്കിലോ. അങ്ങനെ ഒരു വാലന്റൈൻസ് ഡേ, പതിവിൽ നേരത്തെ അവളുടെ മെസ്സേജ് വന്നു. ഹാപ്പി വാലന്റൈൻസ് ഡേ, ഐ ലവ് യു ഗസൽ, ഐ ലവ് യു സോ മച്ച്. അവളുടെ മെസ്സേജ് കണ്ട ഞാൻ ആകെ ഒന്ന് വിയർത്തു. എൻ്റെ നൂറയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് എൻ്റെ കണ്ണുകൾ വിടർന്നു. റിപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് അടുത്ത മെസ്സേജ്. ഗസൽ, അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ നിങ്ങളുടെ ജീവൻ തിരിച്ചെന്നതിന് പകരം ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾ തരുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം മാത്രം ചോദിക്കട്ടെ. തിരിച്ചെന്ന ജീവന് പകരം ആ ജീവിതം എനിക്ക് തരും. ആ കുഞ്ഞു ജീവിതത്തിലേക്ക് എന്നെ കൂടെ കൂട്ടുമോ? സന്തോഷം കൊണ്ട് എന്ന് മറുപടി കൊടുക്കണമെന്നറിയാതെ ഞാൻ പെട്ടെന്ന് അവൾക്ക് കോൾ ചെയ്തു. നൂറ, നീ? ഗസൽ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല. ഞാൻ പകരം ചോദിച്ച ആ വലിയൊരു സൗഭാഗ്യം
ഗസലിന് തരാൻ കഴിയുമെന്നും അറിയില്ല. എന്നാലും ഗസലിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സൗഹൃദത്തിനപ്പുറത്തേക്കുള്ള ഇഷ്ടം. എന്നിൽ നിന്നും ഗസൽ അത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഐ ആം സോറി. എൻ്റെ പ്രതികരണത്തിൻ്റെ വശം അറിയാത്തതുകൊണ്ടാവും ഒരു ഭയത്തോടെയാണ് അവൾ എന്നോട് സംസാരിച്ചത്. നൂറ, ഒരുപാട് ദിവസമായി ഞാൻ പറയാൻ കുതിച്ച ഒരു കാര്യമാണ് നീ ഇപ്പം എന്നോട് പറഞ്ഞത്. എൻ്റെ ഇഷ്ടവും ഞാൻ അവളോട് തുറന്നു പറഞ്ഞു. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷമായിരുന്നത്. പ്രണയത്തിൻ്റെ പൂന്തോപ്പിലൂടെ പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളായി മാറി ഞങ്ങൾ. എന്നാലും ഇമ്രാൻ പറഞ്ഞ ആ കാര്യം എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരുപാട് സ്നേഹിച്ചിട്ടും അവസാനം പണത്തിൻ്റെ പേരിൽ അവളുടെ വീട്ടുകാർ അവളെ എനിക്ക് തന്നില്ലെങ്കിലോ? കോടീശ്വരനല്ലെങ്കിലും അത്യാവശ്യം ജീവിക്കാൻ വകയുള്ള കുടുംബം തന്നെയാണ് എൻ്റെയും. എന്നെയും ഫാമിലിയെയും കുറിച്ച് എല്ലാം അറിയുന്ന നൂറക്ക് വീണ്ടും ഒരു വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ പണത്തിനോ പ്രശസ്തിക്കോ അവിടെ സ്ഥാനമില്ല എന്നായിരുന്നു അവളുടെ പക്ഷം. അതിൽ വിശ്വസിച്ച് ഞങ്ങളുടെ പ്രണയം തകർത്ത് മുന്നേറി. പുറമേ കാണിക്കുന്നതിനേക്കാൾ അവൾ മനസ്സുകൊണ്ട് എന്നെ സ്നേഹിച്ചു. വൈകാതെ തന്നെ ഞങ്ങളുടെ പ്രണയം ഞാൻ പഠിക്കുന്ന കോളേജിലും അവൾ പഠിക്കുന്ന സ്കൂളിലും പാട്ടായി. അതിനിടയ്ക്ക് PG കംപ്ലീറ്റ് ചെയ്ത ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി. +2 പാസ്സായ നൂറ ഞാൻ പഠിച്ചിരുന്ന അതേ കോളേജിൽ തന്നെ ഞാൻ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തത്. പിന്നെ അവളെ കാണാൻ വേണ്ടി മാത്രം വൈകുന്നേരങ്ങളിൽ ഞാൻ അവിടെ ചെല്ലും. ഞങ്ങളുടെ പ്രണയം അവൾ തന്നെ അവളുടെ വീട്ടിൽ അവതരിപ്പിച്ചു. കുഞ്ഞു പെങ്ങളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ആങ്ങളമാർ എന്നെയും എൻ്റെ ഫാമിലിയെയും കുറിച്ച് അന്വേഷിച്ചു. ഞാൻ കരുതിയ പോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. എൻ്റെ ഫാമിലി അവരുടെ നിലവാരത്തോട് യോജിക്കാത്ത കാരണം ഞാനുമായുള്ള ബന്ധത്തിന് അവർക്ക് എതിർപ്പായി. എന്നെ വിളിക്കുന്നതിലും കാണുന്നതിലും നൂറയെ അവർ ശക്തമായി എതിർത്തു. അവളുടെ ഫോൺ പിടിച്ചു വെച്ചു. കോളേജിലേക്കുള്ള വരവും പോക്കും സ്വന്തം വാഹനത്തിൽ ഡ്രൈവറോടുകൂടെ. അവളെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത ദിവസങ്ങൾ. ഞാനാകെ തകർന്നു പോയ ദിനങ്ങൾ. ഞങ്ങളെ തമ്മിൽ ആരൊക്കെ അകറ്റിയാലും ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഒരിക്കലും അകലാൻ കഴിയാത്തത്ര അടുത്ത് കഴിഞ്ഞിരുന്നു. അവളെയും പ്രതീക്ഷിച്ച് പല ദിവസങ്ങളിലും ഞാൻ കോളേജിനടുത്തുള്ള വെയിറ്റിംഗ് ഷെഡിൽ പോയിരിക്കും. അപ്പോഴെല്ലാം നിരാശ മാത്രമായിരുന്നു. അവളുടെ ഫ്രണ്ട്സിനും അവളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. കോളേജിൽ വരുന്നു, പഠിക്കുന്നു, തിരിച്ചു പോകുന്നു, അത്രമാത്രം. പതിവ് പോലെ അന്നും ഞാൻ അവളെയും പ്രതീക്ഷിച്ച് വെയിറ്റിംഗ് ഷെഡിൽ പോയിരുന്നു. അപ്രതീക്ഷിതമായി ബസ്സിറങ്ങി എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന നൂറയെ കണ്ട് എൻ്റെ കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു. നൂറ, നീ എങ്ങനെ? അവളെ കണ്ട സന്തോഷത്തിൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു, വാക്കുകൾ മുറിഞ്ഞുപോയി. എന്തൊക്കെയോ ചോദിക്കാൻ വേണ്ടി ഞാൻ വെപ്രാളപ്പെട്ടു. ഗസൽ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. ഞാൻ കോളേജിൽ പോയി ഹോൾ ടിക്കറ്റ് വാങ്ങി വരാം. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും മാറി നിന്ന് സംസാരിക്കണം. ക്ലാസ് ഉണ്ടെന്നാ വീട്ടിൽ പറഞ്ഞു. ക്ലാസ് തീരുന്ന ടൈം ആകുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തണം. ഞാനെല്ലാം മറന്നു എന്ന് കരുതിയ എന്നെ ഇന്ന് ബസ്സിൽ അയച്ചത്. അവളുടെ മുഖത്ത് ഭയത്തിൻ്റെ പല ഭാവങ്ങളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ ഹോൾ ടിക്കറ്റ് വാങ്ങി വന്നു. അടുത്തുള്ള ബീച്ചിൽ പോയി സംസാരിക്കാമെന്ന അവളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിച്ചു. ബീച്ചിൽ ആളൊഴിഞ്ഞൊരു ഭാഗത്ത് സീറ്റിൽ ഞങ്ങൾ പോയിരുന്നു. എങ്ങനെ തുടങ്ങണമെന്നറിയാതെ കുറച്ച് സമയം മൗനം മാത്രമായിരുന്നു ഞങ്ങൾക്കിടയിൽ. പരന്നു കിടക്കുന്ന കടലിൻ്റെ അറ്റം കാണാൻ വേണ്ടി നോക്കുന്ന പോലെ ഞങ്ങൾ രണ്ടുപേരും ദൂരേക്ക് നോക്കിയിരുന്നു. ഗസലിക്ക, എനിക്കറിയായിരുന്നു എന്നെ കാത്തിരിക്കുന്നുണ്ടാവുന്നു. അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. ഒരു വിവരം അറിയാത്തപ്പോൾ ഒരുപാട് വിഷമിച്ചു. എന്തിനാ ഗസലിക്ക നമ്മൾ ഇത്രമാത്രം സ്നേഹിച്ചത്? ഒരുത്തി കാരണം ഒരിക്കലും ഒരുപാട് അനുഭവിച്ചതല്ലേ? ഇനിയും അങ്ങനെ അനുഭവിക്കേണ്ടി വന്ന. സ്റ്റോപ്പ്! പെട്ടെന്ന് എൻ്റെ ശബ്ദമുയർന്നു. നോക്ക് നൂറ, നീ സ്വയം എന്നെ വേണ്ട നോക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇനി അനുഭവിക്കേണ്ടി വരൂ. അതല്ല, നിന്റെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ പിന്നെ അവിടെ ഒന്നിനും തടസ്സമാവില്ല. പെട്ടെന്ന് അവൾ എന്നെ പിന്നിലൂടെ കൈയിട്ട് ഇടുപ്പിൽ പിടിച്ച് അവളിലേക്ക് അടുപ്പിച്ചതും അവളുടെ അധരങ്ങൾ എൻ്റെ കവിളിൽ വന്ന് അമർന്നു ഒരുമിച്ചായിരുന്നു. അപ്രതീക്ഷിതമായി കിട്ടിയ ആ ചുംബനം എൻ്റെ ശരീരമാകെ തണുപ്പിച്ചു. ഒന്നും മനസ്സിലാവാതെ കുറച്ചു സമയം ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു പോയി. വീശിയടിക്കുന്ന കാറ്റ് ഞങ്ങളെ കെട്ടിപ്പുണർന്നുകൊണ്ടിരുന്നു. അവളുടെ കൈ എൻ്റെ കയ്യിനു മീതെ വെച്ചു. നൂറ, അതേ ഗസലിക്ക, തെറ്റാണെന്നറിയാം. ഇനി നമുക്ക് ഇങ്ങനൊരു അവസരം ജീവിതത്തിൽ ഉണ്ടാവുമെന്നറിയില്ല. ഒരുപാട് ആഗ്രഹിച്ചിരുന്നില്ലേ നമ്മൾ ഈ നിമിഷത്തിന് വേണ്ടി? പക്ഷെ സാധ്യമാക്കാൻ പ്രയാസമാണ്. എൻ്റെ വീട്ടുകാർ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് പൂർണ്ണ എതിർപ്പാണ്. ഇനിയൊരു പക്ഷെ ഒരിക്കൽ കൂടി നമ്മൾ തമ്മിൽ കാണുമെന്ന് പോലും അറിയില്ല. എന്നാലും മരണം വരെ എൻ്റെ മനസ്സിൽ എൻ്റെ ഗസലിക്ക ജീവിക്കും. ഒരു നിർബന്ധം ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ ചുണ്ടിൽ നിന്ന് നടന്നു വീഴുന്ന ചുംബനത്തിൻ്റെ ആദ്യ അവകാശി എൻ്റെ ഗസലിക്ക ആയിരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി പിറന്ന്. എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് പറയുമ്പോൾ അവൾ വിങ്ങുന്നുണ്ടായിരുന്നു. ആ കണ്ണുകൾ നിറഞ്ഞത് വ്യക്തമായി ഞാൻ കണ്ടു. എന്നിൽ നിന്നുള്ള സംരക്ഷണം അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അയ്യേ, എന്നെ നൂറക്കുട്ടിക്ക് അറിയണം. ആ കണ്ണ് തുടച്ചേ. നൂറ, നമ്മൾ ഇനിയും കാണും, ഒരുപാട് പ്രാവശ്യം. കാത്തിരിക്കും ഞാൻ നീ എൻ്റെ പെണ്ണാവുന്ന ആ ദിവസത്തിന് വേണ്ടി.
എത്ര നാൾ വേണമെങ്കിലും. ഞാൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ആരോ എൻ്റെ പിറകിലെ ആഞ്ഞ് ചവിട്ടിയതും ഞാൻ ആ മണൽപ്പരപ്പിൽ കമിഴ്ന്നു വീണു. തല ഉയർത്തി നോക്കി ഞാൻ വിറക്കാൻ തുടങ്ങി. നൂറയുടെ ആങ്ങളമാർ, നിനക്കൊക്കെ അഴിഞ്ഞാടി നടക്കാൻ എൻ്റെ പെങ്ങൾ തന്നെ കിട്ടിയുള്ളൂ അല്ലേടാ, അതും പറഞ്ഞ് വീണ്ടും എൻ്റെ മുതുകിൽ ചവിട്ടി അമർത്തി. ആ വേദന കൊണ്ട് ഞാൻ അവിടെ കിടന്ന് അലറി. ഗസലിക്ക! നൂറയുടെ ശബ്ദം എൻ്റെ കാതിൽ വന്ന് അലച്ചപ്പോഴാണ് ഞാൻ അവളെ നോക്കിയത്. അപ്പോഴേക്ക് അവളുടെ മറ്റു ആങ്ങളമാർ അവളെ അവരുടെ കയ്യിൽ ഭദ്രമാക്കിയിരുന്നു. ഉടനെ അയാൾ എൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി. ചുണ്ടുമുറിഞ്ഞൊലിക്കുന്ന രക്തം ഞാൻ എൻ്റെ പുറം കൈ കൊണ്ട് തുടക്കുന്നതിനിടെ അയാൾ എൻ്റെ ഷർട്ടിൻ്റെ മുൻഭാഗം ചുറ്റിപ്പിടിച്ച് കാരണം നോക്കി ഒന്നുകൂടി ആഞ്ഞ് തള്ളി. ഇക്കാക്ക പ്ലീസ്, ഇനി തള്ളരുത്, ഇനി തള്ളിയാ എൻ്റെ ഗസലിക്ക മരിച്ചു, പ്ലീസ് എൻ്റെ ഗസലിനൊന്നും ചെയ്യല്ലേ പ്ലീസ്. നൂറ് അലറിക്കരഞ്ഞു. പറയുന്നതൊന്നും അവർ കേട്ട ഭാവം പോലും നടിച്ചില്ല. നിന്റെയൊക്കെ എന്ത് കണ്ടിട്ടാ ഞങ്ങളുടെ പെങ്ങളെ നിന്റെ കൂടെ വിടേണ്ടത്? അവളെ സ്വന്താക്കാനുള്ള എന്ത് യോഗ്യതയാടാ നിനക്കൊക്കെ ഉള്ളത്? അയാൾ വീണ്ടും എന്റെ കോളർ പിടിച്ച് എന്റെ നേർക്ക് വിരൽ ചൂണ്ടി. നൂറ് എന്റെ പെങ്ങളാണെങ്കിൽ ഇനി ഒരു തവണ പോലും നീ അവളെ കാണില്ല, കാണാൻ പാടില്ല. അങ്ങനെ ഉണ്ടായ അന്ന് നിന്റെ അവസാനായിരിക്കും, മനസ്സിലായടാ ചേറ്റേ. ഒരു ഭീഷണി രൂപത്തിൽ അയാൾ അതും പറഞ്ഞ് തിരിഞ്ഞടന്നു. എന്നെ മാത്രം നോക്കി തിരിഞ്ഞടക്കുന്ന നൂറെ കണ്ട എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എവിടുന്നോ കിട്ടിയ ഒരു ഊർജത്തിൽ ഞാനും പ്രതികരിച്ചു. കൊണ്ടുപോടാ അവളെ, കൊണ്ടുപോയി കൊന്നങ്ങ് തിന്നേക്ക്, അങ്ങനെയെങ്കിലും തീരട്ടെ നിങ്ങളുടെ ദേഷ്യം. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കും കുറച്ച് പറയാനുണ്ട് ആങ്ങളമാരോട്. നൂറ് നിങ്ങളുടെ പെങ്ങളാണെങ്കിൽ അതേ നൂറ് തന്നെയായിരിക്കും ഈ ഗസലിന്റെ ഭാര്യയാവുന്നു. അതിന് നിങ്ങൾ ഉദ്ദേശിച്ച യോഗ്യത എനിക്ക് അത്രക്കങ്ങ് ഇല്ലെങ്കിലും ജീവന തുല്യം സ്നേഹിക്കാനുള്ള ഒരു ഹൃദയമുണ്ട് എനിക്ക്. അത് ചിലപ്പോ പണം കൊടുത്ത് വാങ്ങാൻ കിട്ടിയെന്ന് വരില്ല. ഈ ഗസലിന്റെ കൈ കൊണ്ട് ഒരുത്തിയുടെ കഴുത്തിലും മഹർ വീഴുമെങ്കിൽ അത് നൂറയുടെ കഴുത്തിൽ മാത്രമായിരിക്കും. ഇനി അതല്ല, നിങ്ങളുടെ സ്വാർത്ഥത അതിന് സമ്മതിക്കാതെ ഇവളെ മറ്റൊരുത്തന്റെ കൂടെ പറഞ്ഞു വിട്ടാ അവിടെ ഒരു ശവമായിട്ടായിരിക്കും അവള് ജീവിക്കുക, മനസ്സ് തകർന്നൊരു ശവമായിട്ട്. നൂറയെ നിങ്ങൾ ഏത് കോണിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ മരണം വരെ പ്രണയിക്കും, ജീവിക്കും. ഒരിക്കലും എന്റെ ജീവൻ തിരിച്ചതിന് പകരമായിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ പെങ്ങളെന്നോട് ഒന്നേ ചോദിച്ചുള്ളൂ, ആ ജീവിതത്തിലേക്ക് എന്നെയും കൂടെ കൂട്ടുമെന്ന്. അതെങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥാണുള്ളത്? നിങ്ങളുടെ പെങ്ങളുടെ സന്തോഷമാണ് നിങ്ങൾ എന്തോ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഗസലിന്റെ കയ്യിൽ ഏൽപ്പിച്ചതാവളെ മരണം വരെ പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. മിണ്ടിപ്പോരുത്, ഞങ്ങളുടെ പെങ്ങൾ ആരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, കേട്ടോടാ. അതും പറഞ്ഞ് അവരവളെയും വലിച്ചുകൊണ്ടുപോയി. ഗസലിക്ക എന്ന് വിളിച്ച് അവൾ അപ്പോഴും അലറുന്നുണ്ടായിരുന്നു. കണ്ണിൽ നിന്നും മറിയുവോളം ഞാൻ അവളെ നോക്കി നിന്നു. അവൾ പറഞ്ഞ പോലെ ഇതൊരു പക്ഷെ അവസാനത്തെ കൂടിക്കാഴ്ച ആയിരിക്കുമെന്ന് എനിക്കും തോന്നി. ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഞാൻ അവിടെ ഒരുപാട് സമയം നിന്നു. വിവരങ്ങൾ അറിഞ്ഞപ്പോഴേക്കും കൂട്ടുകാർ സ്ഥലത്തെത്തി. ദാ എന്റെ നൂറെ, എനിക്ക് ഗസൽ, എനിക്കറിയാം നിങ്ങൾ തമ്മിൽ ഒരുപാട് ഇഷ്ടത്തിലാണെന്ന്. പക്ഷേ ഞാൻ അന്നേ പറഞ്ഞല്ലേടാ, അവർക്ക് വലിയ ടീമാ. ദാ ഗസലെ, നീ അവളെ മറന്നേക്കടാ. ഇല്ലടാ, അതിന് മാത്രം എനിക്ക് കഴിയില്ല ഇമ്രാൻ. അവള് വരും, എൻ്റേതാവും. അതുവരെ ഞാൻ കാത്തിരിക്കും. വീണ്ടും ഒരുപാട് ദിവസങ്ങൾ ഞാൻ അവളെയും ഓർത്ത് ഉറക്കം കളഞ്ഞു. കണ്ണടച്ചാലും തുറന്നാലും അവൾ മാത്രമാണ് മുമ്പിൽ. പാവം, ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൾ അനുഭവിക്കുന്നുണ്ടാവും. ഒന്ന് സംസാരിച്ച് ആശ്വസിപ്പിക്കാൻ പോലും ഒരു വഴിയുമില്ല. അവളുടെ ഒരു വിവരവുമില്ലാതെ ദിവസങ്ങൾ മാസങ്ങളോളമായി. അതിനിടയ്ക്ക് സിറ്റിയിലെ ചെറിയൊരു കമ്പനിയിൽ അക്കൗണ്ടന്റായി എനിക്കൊരു ജോലി ശരിയായി. അതെനിക്കൊരു ആശ്വാസമായെങ്കിലും പലപ്പോഴും നൂറെക്കുറിച്ചുള്ള ചിന്തകൾ ജോലിയിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റാതെയും മാറി. ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഒരു വൈകുന്നേരം ഇമ്രാൻ എന്നെ കാണാൻ വേണ്ടി വന്നു. അവന്റെ മുഖമാകെ ദേഷ്യമായിരുന്നു. എന്താടാ, എന്താ പറ്റിയേ? എടാ ഗസലെ, ഇപ്പോഴെങ്കിലും സമാധാനം കാണില്ലോ നിനക്ക്? ഒരിക്കലും അനുഭവത്തിലൂടെ ഒരു പെണ്ണിനെ മനസ്സിലാക്കിയവനല്ലടാ നീ. എന്നിട്ട് വീണ്ടും ഒരിക്കൽ പ്രണയിക്കാൻ നടന്നപ്പോ വേണ്ടെന്ന് പലവട്ടം പറഞ്ഞല്ലേ ഞങ്ങള്. അവള് ചതിക്കില്ലെന്ന് പറഞ്ഞ അവളെ കണ്ണടിച്ച് വിശ്വസിക്കുന്നില്ല നീ. അവളുടെ കണ്ണുനീരിന് മുമ്പിൽ വീണുപോയില്ലേ നീ? അവസാനം നാട് വീണ് സ്വന്തക്കാരെയും ബന്ധുക്കാരെയും എല്ലാം മാറ്റിർത്തി അവളെ ഓർത്ത് മാത്രം നീ നടന്നു. എന്നിട്ടിപ്പോ എന്തായി? ദേഷ്യത്തോടെയുള്ള അവന്റെ സംസാരം കേട്ടപ്പോൾ എന്തോ പന്തികേട് എനിക്ക് തോന്നി. ഇമ്ര, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവള്, ആ നൂറ, അവള് നിന്നെ മറന്നടാ. എന്ത്? എന്താ പറഞ്ഞേ? എന്റെ നൂറ എന്നെ മറന്നെന്നോ? എന്നാ അവള് മരിച്ചിട്ടുണ്ടോ? അല്ലാതെ അവൾക്ക് എന്നെ മറക്കാൻ പറ്റില്ലടാ. അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് ആ പെണ്ണെന്നെ. ഞാൻ ഇമ്രാന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. ഗസലെ, നീ ഷർട്ടിൽ നിന്ന് പിടിവിട്, ഞാനെല്ലാം പറയാം. നൂറെന്ന് എൻ്റെ വീടിനടുത്തുള്ള അവളുടെ ഫ്രണ്ടിനെ വിളിച്ചിരുന്നു. നിന്നോടെല്ലാം പറയണമെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഇമ്രാൻ എൻ്റെ തോളിൽ കൈയിട്ട് അവനിലേക്ക് എന്നെ ചേർത്ത് പിടിച്ചു.
എന്താണ് അവൾ പറയാൻ പറഞ്ഞത്? ഞാൻ ആകാംക്ഷയോടെ ഇമ്രാന്റെ മുഖത്തേക്ക് നോക്കി. നീയുമായിട്ടുള്ള ബന്ധം നടക്കില്ലെന്ന് കണ്ടപ്പോൾ വീട്ടുകാർ കണ്ടെത്തിയ കല്യാണത്തിന് അവൾ സമ്മതിച്ചെന്ന്. എത്ര കാലം വെച്ച് ഇങ്ങനെ കഴിയുന്ന അവൾ പറഞ്ഞു പോലും. കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞു ഗസലിനോട്, എന്നെ മറന്നേക്കാൻ പറയണമെന്ന്. ഗസലിൽ നല്ലൊരു പെൺകുട്ടി തന്നെ ജീവിതപതിയെ കിട്ടിയിട്ടെന്ന് ആശംസിക്കാനും അവളും മറന്നില്ല. ഇമ്രാൻ ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ഇല്ല, ഞാനിതൊന്നും ഒരിക്കലും വിശ്വസിക്കില്ല. എന്നെ മറന്നുകൊണ്ട് മറ്റൊരുതിന്റെ പെണ്ണാവാൻ എന്നെ നൂറയ്ക്ക് കഴിയില്ല. ഇനി എനിക്കൊരു ജീവിതം അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതവളുടെ ഭർത്താവായിട്ട് മാത്രമായിരിക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ കുറിച്ചിട്ടതാ. അത് മായ്ക്കണമെങ്കിൽ ഞാൻ മരിക്കണം. എല്ലാം കേട്ടപ്പോഴേക്കും എന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ടു തുടങ്ങി. ഇമ്രാൻ, നിനക്ക് പറ്റുമെങ്കിൽ നീ ഒന്ന് വരും. അവൾ നേരിക്കണ്ട് എനിക്ക് ചോദിക്കണം, കേട്ടതെല്ലാം സത്യമാണോ എന്ന്. എടാ ഗസലിന് നിനക്കെന്താ പ്രാന്തുണ്ടോ? അവളെ അന്വേഷിച്ച് ഇപ്പം അങ്ങോട്ട് ചെന്നാ തിരിച്ചു വരാൻ ചിലപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നു വരില്ല. നീ സമാധാനിക്കടാ, എല്ലാം നല്ലപോലെ വരും. പിന്നെയും ഒരുപാട് ദിവസം അവളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പല വഴികളും അന്വേഷിച്ചു. ഒന്നും വിജയിച്ചില്ല. അവളുടെ ഫോണിലേക്ക് മാറി മാറി വിളിച്ചു നോക്കി. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് വീണ്ടും 2 വർഷത്തോളം നീണ്ടു. ഇമ്രാൻ പറഞ്ഞ പോലെ അവൾ എന്നെ മറന്ന് മറ്റൊരുത്തൻ്റെ പെണ്ണായി ജീവിക്കുന്നുണ്ടാവുമോ? പല ദുശ്ചിന്തകളും എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ജോലിയുള്ള ഒരു രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ധൃതിൽ റെഡിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് കോൾ വരുന്നത്. നൂറയുടെ വീട്ടിൽ നിന്നാണ്. പെട്ടെന്ന് അവിടം വരെ ചെല്ലണമെന്ന് അതും പറഞ്ഞ് കോള് കട്ട് ചെയ്തു. കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായെങ്കിലും അതിനേക്കാളേറെ ഭയമായിരുന്നു എനിക്ക്. എന്നെ തല്ലാനോ കൊല്ലാനോ ആയിരിക്കും, അതോ ഞാൻ കാരണം അവൾ എന്തെങ്കിലും? പല ചോദ്യങ്ങളും എന്നെ വീർപ്പ് മുട്ടിച്ചു. വേഗം തന്നെ ഞാൻ ഇമ്രാനെ വിളിച്ച് അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. കടിച്ചു കീറാൻ തയ്യാറായി നിൽക്കുന്ന ചീറ്റപ്പുലി പോലെ ഒരു ഭാഗത്ത് അവളുടെ ആംഗ്ലമാർ, മറ്റൊരു ഭാഗത്ത് കസേരയിൽ അവളുടെ ഉപ്പയും. കാര്യം എന്താണെന്ന് അറിയാത്ത ചെറിയൊരു ഭയം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ അടുത്ത് നിന്ന് കാര്യം അന്വേഷിച്ചു. നീയും എൻ്റെ മോള് ഇഷ്ടത്തിലായിരുന്നെന്നറിയാം. അവളുടെ ഇഷ്ടങ്ങൾ തന്നെയായിരുന്നു ഞങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഈ ബന്ധന്റെ സ്റ്റാറ്റസുമായി കിടപിടിക്കാത്ത കാരണം ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. പേരുകേട്ട തറവാടുകളിൽ നിന്നും പല ആലോചനകൾ വന്നെങ്കിലും അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയപ്പോൾ അത് ഇത്രയും കാലം നിന്നെ തന്നെ മനസ്സിൽ വെച്ചിട്ടാണെന്ന് അറിഞ്ഞിട്ടും അവസാനം എൻ്റെ മകളുടെ ഇഷ്ടം തന്നെ നടക്കട്ടെന്ന് കരുതി മാത്രം പറയാ. ഇറക്കിക്കൊണ്ട് പൊയ്ക്കോണം അവളെ ഇടുന്നു. കൂടെ വിടാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, നിവൃത്തിയേടുകൊണ്ടാ. അവളുടെ ഉപ്പ് എനിക്ക് നേരെ ആക്രോശിച്ചെങ്കിലും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ. ഒരു നോക്ക് അവളെന്ന് കണ്ടിരുന്നെങ്കിലെന്ന് കരുതി വീടിനകത്തേക്കും ചുറ്റുവട്ടത്തേക്കും ഇടയ്ക്കിടെ എൻ്റെ കണ്ണുകൾ പാഞ്ഞു. പക്ഷേ കണ്ടില്ല. 2 ദിവസം സാവകാശം തരാം, അത് കഴിഞ്ഞ് കൊണ്ടുപോയിക്കോണം. ഞങ്ങളിവിടെ ഒരു ആഘോഷ സൽക്കാരം ഒന്നും തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. മുന്നിൽ നിന്ന് തന്നെ അവളുടെ മൂത്താങ്ങൾ പറഞ്ഞു. 2 ദിവസം എന്തിനാ? ഈ നിമിഷം വേണമെങ്കിൽ ഇറക്കി കൊണ്ടുപോയിക്കോളാം ഞാൻ അവളെ. കോളറൊന്ന് പൊക്കി പിടിച്ച് മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി. ഞാനും കൂട്ടുകാരും കൂടെ 2 ദിവസം കൊണ്ട് തന്നെ കല്യാണത്തിലുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി. ഏറ്റവും അടുത്ത ബന്ധുക്കളെയും കൂട്ടുകാരെയും ക്ഷണിക്കുകയും ചെയ്തു. പക്ഷെ അതിനിടയ്ക്ക് നൂറയുമായി ഒരിക്കൽ പോലും സംസാരിക്കാനുള്ള അവസരം കിട്ടിയിരുന്നില്ല. കല്യാണ ദിവസം ഞാനും 1-2 സുഹൃത്തുക്കൾ മാത്രം ചേർന്ന് അവളെ കൂട്ടാൻ വേണ്ടി അവളുടെ വീട്ടിലെത്തി. അവർ പറഞ്ഞ പോലെ തന്നെ അവളുടെ വീട്ടിലൊരു ആഘോഷവും ഇല്ലായിരുന്നു. 100 ഗസലിന്റെ ഭാര്യയായിരിക്കുമെന്ന വെല്ലുവിളി കേട്ടവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ അന്തസ്സോടെ ഞാൻ അവളുടെ കഴുത്തിൽ മഹറണിയിച്ചു. പൊന്നിൽ കുളിച്ച നൂറയുടെ ദേഹത്തിൽ നിന്നും ഞാൻ അണിഞ്ഞ മഹറൊഴിയെ ബാക്കിയെല്ലാ ആഭരണങ്ങളും ഒന്നൊന്നായി ഞാൻ അഴിച്ചെടുത്തു. എല്ലാം അവളുടെ ഉപ്പയുടെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിച്ചു. സന്തോഷമുണ്ട്, പക്ഷെ ഞാൻ സ്നേഹിച്ച് നിങ്ങളുടെ മകളെയായിരുന്നു, സമ്പത്തിനെയല്ല. ഈ പൊന്നിനേക്കാൾ ഞാൻ വിലകൽപ്പിക്കുന്നു നിങ്ങളുടെ മകൾക്കാണ്. ജീവനുള്ള കാലം വരെ അവളെ പൊന്നുപോലെ ഞാൻ നോക്കും. അവളുടെ ഉപ്പാക്ക് വാക്കുകൊടുത്ത് അവളെയും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. കാത്തിരിപ്പിന് വിരാമം. വീട്ടിൽ വൻ ആഘോഷം തന്നെ അരങ്ങേറി. തിരക്കുകൾക്കിടയിൽ മര്യാദക്കൊന്നും സംസാരിക്കാൻ പോലും അവളെ എനിക്ക് കിട്ടിയില്ല. രാത്രിയാവട്ടെ സ്വസ്ഥമായിരുന്നു സംസാരിക്കാമെന്ന് വെച്ചു. വൈകുന്നേരമായപ്പോഴേക്കും വീട് ഒരുവിധം കാലിയായി തുടങ്ങി. രാത്രി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നു. ഞാൻ നൂറയുടെ ഓപ്പോസിറ്റ് സൈഡ് നോക്കി തന്നെ സ്ഥാനം പിടിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഒളികണ്ണിട്ട് ഞാൻ അവളെ നോക്കിയെങ്കിലും പണ്ടെങ്ങോ കണ്ട പരിചയം പോലും പെണ്ണിനില്ല. ഇടയ്ക്കെപ്പോഴോ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. പെണ്ണ് നാണം കൊണ്ട് പെട്ടെന്ന് തലാഴ്ത്തി. മുഖമാകെ വാടി തളർന്നിട്ടുണ്ട്. ഒരുപാട് സങ്കടമുണ്ടെന്നറിയാം. വീട്ടുകാരുടെ പൂർണ്ണ ഇഷ്ടത്തോടെ അല്ലല്ലോ എൻ്റെ കൈ പിടിച്ചിറക്കിയത്. അതിൻ്റെയാണ് ആ വാട്ടം. ഫുഡ് കഴിച്ചു എന്ന് വരുത്തി അവൾ വേഗം എണീറ്റു. പിന്നാലെ ഓരോരുത്തരെയും കഴിച്ചു തീർത്ത്. കിച്ചണിൽ പാത്രം കഴുകലും ക്ലീൻ ചെയ്യലുമായി എല്ലാവരും തിരക്കിലാണ്. കൂട്ടത്തിൽ അവളുമുണ്ട്. ഇന്നലെ ഉറക്കമൊഴിച്ചല്ലേ പോയി കിടന്നെന്നും പറഞ്ഞ് ഉമ്മ നൂറയുടെ റൂമിലേക്ക് പോകാൻ പറഞ്ഞു. ഹാളിലിരിക്കുന്ന ഞാൻ 100 സ്റ്റെയർ കേസ് കയറുന്നുണ്ടെങ്കിലും കാണാത്ത പോലെ ഇരുന്നു. കൂടെ ഓടാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കസിൻസിൻ്റെ ഇടയിൽ നാണം കിടേണ്ടെന്ന് കരുതി. 5 മിനിറ്റ് അവരോടൊക്കെ ഒന്ന് സംസാരിച്ചെന്ന് വരുത്തി ഞാൻ അവിടുന്ന് പെട്ടെന്ന് സ്കൂട്ടായി. സ്റ്റെപ്പുകൾ ഓരോന്നായി കയറുമ്പോൾ എൻ്റെ കണ്ണുകൾ അവളെ ഒന്ന് കാണാൻ വേണ്ടി തുടിക്കുകയായിരുന്നു. റൂമിൽ ചെന്ന് നോക്കിയ ഞാൻ അവളെ അവിടെയെങ്കിലും കണ്ടില്ല. ഈ പെണ്ണിത് എവിടെ പോയി? ഉമ്മ ഇങ്ങോട്ട് പറഞ്ഞേച്ചാണല്ലോ.
ബോധമില്ലാതെ ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് കരുതി പമ്മി പമ്മി വന്നതായിരുന്നു. ഉറക്കം പോയിട്ട് പെണ്ണിനെ തന്നെ കാണുന്നില്ല. ഞാൻ റൂമിനടുത്ത ഹാളിൽ ചെന്ന് നോക്കി. ദേ തുറന്നിട്ട ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് അവൾ. കരയുകയായിരിക്കും. സ്വസ്ഥമായിരുന്നു കരയാൻ പോലും സമയം കിട്ടിയില്ലല്ലോ. രാത്രിയുടെ ഇരുളിൽ ആരും കാണാതെ വീശുന്ന കാറ്റ് അവളുടെ മുടികളെ തലോടി പറപ്പിച്ചു. അതവളെ അതീവ സുന്ദരിയാക്കിക്കൊണ്ടിരുന്നു. അവളോടുള്ള എൻ്റെ ഭ്രാന്തമായ പ്രണയം ഒരു തരത്തിൽ വികാരമായി തുടങ്ങി. പതിയെ ഞാൻ അവളുടെ പിന്നിലൂടെ ചെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചുറ്റി പിടിച്ചു. എൻ്റെ മുഖം കൊണ്ട് അവളുടെ മുടികളെ വകഞ്ഞു മാറ്റി പിൻകഴുത്തിൽ ഞാൻ അമർത്തി ചുംബിച്ചു. നൂറു, ഞാൻ അവളെ വിളിച്ചുപോയി. പെണ്ണ് ശരിക്കൊന്ന് പേടിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായി കിട്ടിയ ചുംബനം അവളെ വല്ലാതെ നാണിപ്പിച്ചു. ഗസലിക്ക, അവളുടെ സങ്കടങ്ങൾക്ക് മുമ്പിൽ ഒരു പുഞ്ചിരി കൊണ്ട് അവൾ മറുതീർത്തു. എന്താടോ ഈ നേരത്തെ ഇവിടെ വന്ന് നിൽക്കുന്നത്? പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണോ? ഈ രാത്രിയിലാണ് ഇക്ക പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത്. ഞാൻ ചുമ്മാ വന്നതാ. എന്താ രാത്രിയിൽ പ്രകൃതിക്ക് ഭംഗിയുണ്ടാവില്ലേ? എന്നാൽ എൻ്റെ പെണ്ണിന് രാത്രിയിൽ പ്രത്യേക ഒരു ഭംഗിയാണ്. അതും പറഞ്ഞ് ഞാൻ അവളെ എൻ്റെ നേർക്ക് തിരിച്ചു നിർത്തി ഒന്നുകൂടി എന്നിലേക്ക് വരിഞ്ഞു മുറുക്കി. ഗസലിക്ക, എൻ്റെ വീട് ആരെങ്കിലും കാണും. അവൾ എൻ്റെ കൈകൾക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുതിരാൻ ശ്രമിച്ചു. ആട്ടെങ്കി നിൽക്കടി പെണ്ണവിടെ. ആരെങ്കിലും കണ്ടാലെന്താ? നിന്നെ ഒന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരുന്ന ദിവസത്തിന് കയ്യും കണക്കൂല. ഇനിയിപ്പോൾ ആരെയും പേടിക്കാനില്ലല്ലോ. ഇന്നത്തോടെ നീ എൻ്റേത് മാത്രമായില്ലേ? അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്നല്ലേ ഇന്നിവിടെ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നതെന്ന്. എന്ത് നടക്കാൻ പോകുന്നു ഞാൻ അറിഞ്ഞില്ലല്ലോ. വൈകാതെ അറിയിച്ചു തരാം മോളെ. ഇന്ന് നിന്നെ ഞാൻ പീഡിപ്പിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നിന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് നിന്റെ ആംഗളമാർ നാളെ രാവിലെ തന്നെ മുണ്ട് മടക്കി കുത്തി വരുമോ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. അപ്പോഴേക്കും നൂറ എൻ്റെ കയ്യിൽ പിടിച്ച് മുറിയിലേക്ക് നടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല ഗസലിക്ക. മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചെന്നും ഗസലിനെ മറന്നു എന്നൊക്കെ എൻ്റെ ഇക്കാക്കമാർ എന്നോട് പറയിപ്പിച്ചതായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ഉറപ്പിച്ച ഗസലിക്ക എന്നെ വെറുത്ത് കാണുമെന്ന്. എനിക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കില്ലെന്ന്. ഒരുപാട് സഹിച്ചല്ലേ എനിക്ക് വേണ്ടി. അന്ന് ബീച്ചിൽ വെച്ച് എൻ്റെ ഇക്കാക്ക തള്ളി ചുണ്ട് മുറിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയമായും തകർന്ന ഗസലിക്ക ഓടി വന്ന ചോരയും തുടച്ചു തരാൻ പോലും പറ്റിയില്ലെന്നോർത്ത് ഒരുപാട് കരഞ്ഞു ഞാൻ. അവൾ എൻ്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. എൻ്റെ നൂറുവിന് വേണ്ടിയല്ലേ ഞാൻ സഹിച്ചത്. നിനക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ വെടിയാൻ വരെ തയ്യാറാണ്. സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ പെണ്ണെ ഈ ഗസൽ. സ്നേഹിച്ചവരെ ചതിക്കാൻ പഠിച്ചിട്ടില്ല. പിന്നെ നീ ഇപ്പോൾ സങ്കടപ്പെടുന്നതിൻ്റെ വീട്ടുകാരെ ഓർത്തിട്ടാണെന്ന് എനിക്കറിയാം. ഒരു ദിവസം നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. അവർ നമ്മളെ സ്വീകരിക്കാതിരിക്കില്ല. പ്രണയിച്ചു എന്നല്ലാതെ പൊറുക്കാൻ പറ്റാത്ത തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. ഇനി അതിൻ്റെ പേരിൽ വാശിയും വൈരാഗ്യം ഉണ്ടാവാൻ പാടില്ല. അതോർത്ത് ഇനി സങ്കടപ്പെടാനും പാടില്ല. നൂറു, നമ്മൾ ഇന്നു മുതൽ പുതിയൊരു ജീവിതം തുടങ്ങിയാണ്. മരണം വരെ അത് സന്തോഷമായി തന്നെ തീരണം. കണ്ണുകൾ തുടച്ചെൻ്റെ നെഞ്ചിൽ നിന്നും അവൾ തല ഉയർത്തി ആ ചുണ്ടുകളിൽ പുഞ്ചിരി വരുത്തിയപ്പോഴേക്കും എൻ്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളെ കവർന്നെടുത്ത് കഴിഞ്ഞിരുന്നു. വർഷങ്ങളോളം കാത്തുവെച്ച പ്രണയം ഞങ്ങളിലൊരു കുളിർമഴയായി പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു. അവളുടെ ചുണ്ടുകൾ എൻ്റെ ചുണ്ടുകൾക്കിടയിൽ കിടന്ന് ഞെരിഞ്ഞമരുമ്പോൾ അവളുടെ കൈകൾ എൻ്റെ നെഞ്ചിലെ രോമങ്ങൾക്കിടയിലൂടെ പാഞ്ഞുകൊണ്ടിരുന്നു. തണുത്തുറഞ്ഞ ആ രാവിലെ എൻ്റെ നെഞ്ചോട് പറ്റിച്ചേർന്നു. എൻ്റെ ചുംബനങ്ങളെ ഏറ്റുവാങ്ങി ഒറ്റ ശരീരമായി പുലരുവോളം കിടക്കുമ്പോഴെപ്പോഴും അവൾ എന്ന പെണ്ണ് പൂർണ്ണമായും എൻ്റേതായി കഴിഞ്ഞിരുന്നു. അവളിലൂടെ മാത്രമാണ് ഞാൻ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് അറിഞ്ഞതും അത് അനുഭവിച്ചതും. ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മത്സരിച്ചു. പക്ഷേ പലപ്പോഴും ഞാൻ അവളുടെ സ്നേഹത്തിന് മുമ്പിൽ തോറ്റു പോയിട്ടുണ്ട്. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ അവളുടെ വീട്ടുകാരെ കാണാൻ ചെന്നു. അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കുമെന്ന് ഞങ്ങളുടെ ഭയത്തെ തെറ്റിച്ച് എതിർപ്പൊന്നും കാണിക്കാതെ അവർ ഞങ്ങളെ സ്വീകരിച്ചു. ക്ഷണിക്കാതെ തന്നെ വന്നതിൽ അവർക്ക് വളരെ സന്തോഷമായി. പിന്നെ മുതൽ ഇരു കുടുംബങ്ങളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ജീവിതം മുന്നോട്ട് തള്ളി നീക്കാൻ വേണ്ടി പ്രവാസ ജീവിതം എനിക്ക് സ്വപ്നം കാണേണ്ടി വന്നു. രണ്ടുപേർക്കും പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും ഞാൻ ആ സങ്കടം നൂറയുടെ മുമ്പിൽ മറച്ചു വെച്ചു. പക്ഷേ വിസ ശരിയായ അന്ന് മുതൽ എൻ്റെ നൂറ് ഡെസ്പായി തുടങ്ങി. പോവാനുള്ള ദിവസം അടുക്കുന്നതോറും അവളുടെ സങ്കടം കൂടിക്കൂടി വന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ കിട്ടുന്നതിലധിക സമയം ഞാൻ അവളുടെ കൂടെ ചെലവഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ അവൾ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു അവൾക്കൊരു ഉമ്മയാവണമെന്ന്. പക്ഷേ അവിടെ മാത്രം ദൈവം കനിഞ്ഞില്ല. അല്ല എൻ്റെ നൂറ്, ഈ ഇരുത്തിരുന്ന് രാവ് എളുപ്പിക്കോ? അവളെ കളിയാക്കി പറഞ്ഞ് ഞാൻ റൂമിലോട്ട് കയറി ചെന്നു. സങ്കടപ്പെട്ടിരിക്കുകയാണെന്നറിയാം. അവിടുന്ന് ഒരു മറുപടിയുമില്ല. കട്ടിലിൻ്റെ ഒരറ്റത്തിരിക്കുന്ന അവളുടെ മടിയിൽ ഞാൻ തലവെച്ച് കിടന്നു. ആ കണ്ണുകളിലേക്ക് മാത്രം ഒരു വട്ടം നോക്കിപ്പോയി ഞാൻ. എന്തിനാ പെണ്ണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? കഴിയില്ല ഗസലിക്ക, ഇക്കയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഓർക്കും തോറും എൻ്റെ ഹൃദയം തകർന്നു പോവാ.
നാളെ ഈ സമയം ഞാൻ തനിച്ചല്ലേ. എന്നെ ഇവിടെ തനിച്ചാക്കി പോവില്ല. അവളുടെ കണ്ണുനീർ തുള്ളികൾ എൻ്റെ കവിളിൽ പതിച്ചു തുടങ്ങി. കരയില്ല പെണ്ണ്, സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ വിധിച്ചുകൊണ്ടല്ലേ. ഞാൻ പോകുന്നതേ ഉള്ളൂ. എൻ്റെ ഹൃദയം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. നിന്നെ സ്നേഹിക്കാനും നിന്നെ മാത്രം ഓർത്തിരിക്കാനും. നീ ആ കണ്ണുടച്ച് എന്നിട്ട് വേഗം ഉറങ്ങാൻ നോക്ക്. ഉറങ്ങിക്കോ. എനിക്കെൻ്റെ ഗസലിക്ക് മതിവരുവോളം കണ്ടു തീർക്കണം. അവളുടെ വാശിയുടെ പുറത്ത് ഞാൻ അവളുടെ മടിയിൽ മുഖം പൊഴുത്തി കിടന്നുറങ്ങി. പിറ്റേന്ന് യാത്രയപ്പിന് വേണ്ടി അടുത്ത ബന്ധുക്കളെല്ലാം എത്തി. നൂറയുടെ വീട്ടുകാരും നേരത്തെ തന്നെ എത്തിയിരുന്നു. ഇറങ്ങാനുള്ള സമയം അടുത്തു തുടങ്ങി. ഹൃദയം പടപടാമിടിക്കുന്ന നിമിഷങ്ങൾ. ഞാൻ ഫ്രഷായി റെഡിയാവാൻ റൂമിൽ ചെന്നു. നൂറ ബെഡിൽ കമിഴ്ന്നു കിടന്ന് കരയുകയാണ്. ഞാനും ബാത്റൂമിൽ കയറി ഒരുപാട് കരഞ്ഞു തീർത്തു. പെട്ടെന്ന് തന്നെ പോവാൻ റെഡിയായി. നൂറ് എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എന്താ നൂറ് ഇത്? നീ ഇങ്ങനെ കരഞ്ഞാ ഇനി ഞാനും കരയും കേട്ടോ. ഞാൻ അവളെ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൾ കാണാതെ എൻ്റെ മിഴികൾ ഒപ്പിയെടുത്തു. ഹൃദയം പറിച്ച് നൂറുവിൻ്റെ കയ്യിൽ കൊടുത്ത് ഞാൻ എൻ്റെ ശരീരവും കൊണ്ട് കടൽ കടന്നു. കിട്ടുന്നതിലധിക സമയം ഞാൻ അവളെ വിളിച്ച് ആശ്വസിപ്പിച്ചു. തമാശകൾ പറഞ്ഞ് അവളെ ചിരിപ്പിക്കാൻ ശ്രമിക്കും. ജോലി സമയം അധികമാണെങ്കിലും കുറഞ്ഞ സമയം മാത്രമേ ജോലിയുള്ളൂ എന്ന് അവളോട് കള്ളം പറയും. പ്രണയിച്ച് നടന്ന കാലത്തേക്കാൾ അവൾ എനിക്ക് മിസ് ചെയ്തത് എൻ്റെ പ്രവാസ ജീവിതത്തിലായിരുന്നു. അവളില്ലാതെ പറ്റില്ലെന്ന് എനിക്കും തോന്നി തുടങ്ങി. എങ്ങനെയൊക്കെ ഒരു വർഷം തള്ളി നീക്കി. ഒരു വിസിറ്റിംഗ് വിസ ശരിയാക്കി ഞാൻ അവളെ ഇവിടെ എത്തിച്ചു. വീണ്ടും സന്തോഷത്തിൻ്റെ നാളുകൾ. ഗസലിക്ക, ഇനിയൊക്കെ നാട്ടിലേക്ക് തിരിക്കുമ്പോഴേ ഞാനും പോവും. നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വരുമ്പോൾ ഞാനും കൂടെ വരും. അല്ലാതെ എനിക്ക് പറ്റില്ല. നമുക്ക് തനിച്ചുള്ള ജീവിതം വേണ്ടയിക്ക. അവൾ പറഞ്ഞ് ഞാനും ശരിവെച്ചു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഫ്ലാറ്റിലെത്തി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നൂറ് തലചുറ്റി വീണത്. ഓടിച്ചെന്ന് ഞാൻ അവളെ കോരിയെടുത്ത് ബെഡിൽ കൊണ്ട് കിടത്തി. നൂറു, എന്താ നിനക്ക് പറ്റിയത്? എനിക്ക് ആധി കയറി. ഒന്നുമില്ല, ഒന്ന് തല ചുറ്റി, അതാ ഇപ്പം റെഡിയാവുന്നുണ്ട്. അതും പറഞ്ഞ് അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവിടെ കിടക്ക്, കുറച്ച് സമയം റെസ്റ്റ് എടുക്ക്. ഒരു സമാധാനത്തിന് വേണ്ടി തൊട്ടടുത്ത റൂമിലെ ഫാമിലിയെ വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞു. എല്ലാം കേട്ട ശേഷം അവരൊക്കെ എന്നെ നോക്കി രാഖിച്ചിരി തുടങ്ങി. എടാ ഗസലെ, പണിയെ ഒപ്പിച്ചു അല്ലേടാ? എന്തു പണിയെന്ന ഭാവത്തിൽ ഞാൻ നൂറയെ നോക്കി. പെണ്ണ് നാണം കൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് തന്നെ കണ്ണെടുത്തു. പതിയെ എനിക്ക് കാര്യം പിടികിട്ടി. ഞാനൊരു ഉപ്പയാവാൻ പോകുന്നതെന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. ഡി കാന്താരി, അവിടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? ആരെ നാണം കെടുത്തിയത്? ഒന്ന് തലവിറ്റി വീണപ്പോഴേക്കും എല്ലാവരെയും കൂടെ വിളിച്ചു വരുത്തിയത് നിങ്ങൾ തന്നെയല്ലേ? ഞാൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിലൊരു ഉമ്മ കൊടുത്തു. അവളുടെ സന്തോഷത്തിന് മതിലില്ലായിരുന്നു. പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി, പോസിറ്റീവ് തന്നെയായിരുന്നു. എന്നോട് കഴിയുന്ന പരമാവധി ഞാൻ അവളെ കെയർ ചെയ്തു തുടങ്ങി. ഇരു വീട്ടുകാരും ഓരോ കാര്യങ്ങൾ പറഞ്ഞെന്ന് മാറി മാറി ഫോൺ വിളിച്ചു തുടങ്ങി. കഴിയുന്നതും അവളെ കൊണ്ടൊരു ജോലിയും ചെയ്യിക്കാതെ ഞാൻ നോക്കിയിരുന്നു. 2 മാസത്തിന് ശേഷം പെട്ടെന്ന് അവൾക്ക് ബ്ലീഡിങ് തുടങ്ങി. അസഹ്യമായ വയറുവേദനയും. പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഒരാഴ്ചയോളം ഒരു കുറവുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സന്തോഷമെല്ലാം കെടുത്തി അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞു ജീവൻ അബോർഷനായി. എന്നേക്കാളേറെ അവൾ ഒരുപാട് വിഷമിച്ചു. ഇനിയും അവസരങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ അവളെ സമാധാനിപ്പിച്ചു. ഞങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ ഡോക്ടർ എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ തന്നെ നിന്നു. ദിവസങ്ങൾ കഴിയുന്തോറും അവൾ ക്ഷീണിതയായി തളർന്നുകൊണ്ടിരുന്നു. അസുഖത്തിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായെങ്കിലും കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. മരുന്നുകളും ടെസ്റ്റുകളുമായി ആശുപത്രികൾ തോറും കയറിയിറങ്ങി. ചികിത്സക്കും സഹായത്തിനും ഏറ്റവും ഉചിതം നാട്ടിലാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഡോക്ടറുടെ സമ്മതത്തോടെ നാട്ടിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു. അർജന്റ് കേസായതുകൊണ്ട് കമ്പനി 3 മാസത്തെ ലീവ് തന്നു. ഞങ്ങൾ നാട്ടിലെത്തി ചികിത്സ തുടർന്നു. നൂറയുടെ വീട്ടുകാരും ഞങ്ങളുടെ കൂടെ തന്നെ നിന്നു. എത്ര പണം വേണമെങ്കിലും അവരും ചെലവഴിച്ചു തുടങ്ങി. ഒരു കുഞ്ഞിനെ എടുക്കുന്ന പോലെ എൻ്റെ നൂറുവിനെയും എടുത്ത് ഏതറ്റം വരെ പോവാനും ഞാൻ തയ്യാറായിരുന്നു. അവസാന രോഗം കണ്ടുപിടിച്ചു. ഡോക്ടർ വിധി എഴുതി. സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ ക്യാൻസർ. ക്രിട്ടിക്കലായത് കാരണം കഴിയുന്നതും എത്രയും പെട്ടെന്ന് ഗർഭപാത്രം റിമൂവ് ചെയ്യണം. ഡോക്ടർ പതിയെ കാര്യങ്ങൾ എന്നെ പറഞ്ഞു മനസ്സിലാക്കി തന്നു. ഞാനാകെ തകർന്നു പോയ നിമിഷം. എൻ്റെ നൂറ് ഇതറിയുമ്പോൾ അവളുടെ ശ്വാസം നിലക്കുമോ എന്ന് വരെ ഞാൻ ഭയന്നു. വേണം, ഇതേ ഉള്ളൂ പ്രതിവിധിയെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. എന്നിട്ടെങ്കിലും എൻ്റെ പെണ്ണിൻ്റെ ജീവൻ തിരിച്ചു കിട്ടുകയാണെങ്കിൽ എനിക്കതാ വലുത്. അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ഓർക്കാൻ പോലും കഴിയില്ല. പതിയെ ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. ഒരു ഞെട്ടലോടെയാണ് അവൾ എല്ലാം കേട്ടത്. വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ നൂറ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി. അവൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഉമ്മ എന്ന പദവി അവൾക്ക് ദൈവം നിഷേധിക്കപ്പെട്ടു എന്നായിരുന്നു അവളുടെ സങ്കടം. കണ്ണുനീർ ധാരയായി ഒഴുക്കിയതിന് കയ്യും കണക്കുമില്ലാത്ത നിമിഷങ്ങൾ. എനിക്ക് അസുഖം വന്നതിലല്ല, ഇനി എനിക്കൊരു ഉമ്മയാവാൻ കഴിയില്ലല്ലോ. ഗസലിക്കാക്ക് ഒരു കുഞ്ഞിനെ തരാൻ കഴിയാത്ത പെണ്ണായി പോയില്ലേ ഞാൻ? എന്തിനാ ദൈവം നമ്മളിങ്ങനെ?
തോറ്റുപോയില്ലേ ഗസലിക്ക ഞാൻ. നൂറു, ഈ ഒരു സർജറിയിലൂടെ തീരാവുന്ന രോഗങ്ങളെ നിനക്കുള്ളൂ. എനിക്കിപ്പോൾ എല്ലാത്തിനേക്കാളും വലുത് നിന്റെ ജീവന. നീ ഇല്ലെങ്കിൽ ഞാനില്ല പെണ്ണെ. എവിടെയാണ് നീ തോറ്റുപോയത്? ഒരു കുഞ്ഞിനെ തരാൻ കഴിയാത്തതോ? നീ ഉള്ളപ്പോൾ എനിക്ക് എല്ലാം നീ തന്നെയാ പെണ്ണെ. എൻ്റെ പെണ്ണും എൻ്റെ കാമുകിയും എൻ്റെ കുഞ്ഞും എല്ലാം എല്ലാം നീ തന്നെയാ. നീ കൂടെയുള്ള ജീവിതം എനിക്ക് സ്വർഗതുല്യാണ് പെണ്ണെ. ഉള്ളിൽ സങ്കടം കടിച്ചമർത്തിയിട്ടാണെങ്കിലും പുറമേ ഞാൻ പല കോമാളി വേഷങ്ങളും കിട്ടും അവളെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി, അവളുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി. പെട്ടെന്ന് തന്നെ സർജറിക്ക് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തു. വിജയകരമായി തന്നെ നൂറുവിൻ്റെ സർജറി കഴിഞ്ഞു. ഇനിയൊരു കുഞ്ഞിനെ തരാൻ കഴിയില്ലെങ്കിലും ഇനിയും ഒരു രോഗം വരാതെ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം മാത്രമേ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ ഒരുവിധം ഉഷാറായി തുടങ്ങി. എൻ്റെ പഴയ നൂറായി മാറി തുടങ്ങി. എന്നോട് കഴിയുമെന്ന് അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. രോഗത്തെ ഓർത്ത് ടെൻഷൻ അടിക്കാനുള്ള ഒരു അവസരവും ഞാൻ അവൾക്ക് കൊടുത്തിരുന്നില്ല. എൻ്റെ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള സമയം അടുത്തു തുടങ്ങി. അത് അവളെ വീണ്ടും സങ്കടത്തിലാക്കി. ഇനി നാട്ടിലേക്ക് വന്നാൽ പിന്നെ ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ലെന്ന്. അത് വെറും വാക്കായിരുന്നില്ല, എൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു. ഒരു തരത്തിൽ അത് തന്നെയാണ് നല്ലത്. എത്ര കാലം എന്നറിയാതെ നമ്മൾ എന്തിനാ ലോകത്തിലെ രണ്ട് കോണിൽ ജീവിക്കുന്നത്? ഉള്ള കാലം ഒരുമിച്ച് കഴിയണം. ഗസലിക്ക, ഇക്കാക്ക് മടുപ്പ് തോന്നില്ലേ ഇങ്ങനെ ഒരു രോഗിയും കൊണ്ട് ജീവിതം മുന്നോട്ട് തള്ളി നീക്കാൻ? അവൾ തമാശയ്ക്ക് ചോദിച്ചാണെങ്കിലും ആ ചോദ്യം എൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടത്. അപ്പോൾ ഇത്ര കാലമായിട്ടും എന്നെ നീ ഇങ്ങനെയാണ് മനസ്സിലാക്കിയതല്ലേ? കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ മരണം വരെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ. ഈ ലോകത്ത് എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമാണ് ഉള്ളത്. എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും മരണം വരെ അതങ്ങനെ തന്നെ ആയിരിക്കും. നൂറ് എൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു. ഞാൻ അവളുടെ മുടിയിൽ തലോടി. ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനായിരിക്കും. ഗസലിക്കയെ പോലെ ഒരാൾ ഭർത്താവായി കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. അന്ന് വീട്ടുകാരുടെ വാക്ക് കേട്ട് ഞാനൊരു പണക്കാരൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണം കൊണ്ടുള്ള സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വാശി കാരണം ഇന്നെനിക്ക് സ്നേഹം വാരിക്കോരി തരുന്ന ഒരു ഭർത്താവിന് തന്നെ പടച്ചോൻ തന്നു. നൂറു, പ്രണയം ആത്മാർത്ഥമാണെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും അവസാനം അവരെ ദൈവം ഒന്നിപ്പിച്ചിരിക്കും, നമ്മളെ ഒന്നിപ്പിച്ച പോലെ. ഗസലിക്ക, നിങ്ങൾക്ക് എന്നോട് ആദ്യമായിട്ട് പ്രണയം തോന്നിയത് എപ്പോഴാണ്? അവൾ എൻ്റെ നെഞ്ചിലെ രോമങ്ങൾക്കിടയിലൂടെ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു. നല്ല ആളാ. ഇത്ര കാലമായിട്ട് ഇപ്പോഴാണോ ഈ ചോദ്യം ചോദിക്കുന്നത്? എന്നാ മോള് തന്നെ ആദ്യം പറ, നിനക്കെപ്പോഴാ എന്നോട് ഇഷ്ടം തോന്നിയത്? അത് ഗസലിക്ക് എന്നെ കാണുന്നതിൻ്റെ എത്രയോ മുമ്പ് തുടങ്ങിയ പ്രണയം. പക്ഷെ എനിക്ക് പറയാൻ പേടിയായിരുന്നു. സ്കൂളിന് മുമ്പിൽ വന്ന് ഹീറോയിസം കാണിക്കുന്ന ആളായിരുന്നല്ലോ സാക്ഷാൽ ഗസല്. സംസാരിക്കാൻ തന്നെ പേടിയായിരുന്നു. ആരും അറിയാതെ ഞാൻ ആ പ്രണയം എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു. എൻ്റെ നേർക്ക് അറിയാതെ പോലും ഗസലിക്കയുടെ ഒരു നോട്ടം പോലും വന്ന് വീഴാത്തപ്പോൾ ശരിക്കും എനിക്ക് സങ്കടമായി. അവസാനം ആ പ്രണയം എനിക്ക് പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കേണ്ടി വന്നു. ആഹാ, അപ്പൊ നീയാണല്ലേ ആദ്യം പ്രണയിക്കാൻ തുടങ്ങിയത്? നീ പെണ്ണേ, അന്ന് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വന്ന് നിന്റെ ജീവൻ അവിടെ അപകടത്തിലായിരുന്നെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോൾ പേടിയാവുക. തലനാരിഴക്ക രണ്ടും കൂടി രക്ഷപ്പെട്ട്. ശരിയാ, ഗസലിക്ക് എൻ്റെ പ്രണയം കാണാതെ പോകുന്നായിരുന്നു എൻ്റെ സങ്കടം. അങ്ങനെയാണെങ്കിൽ ഇക്കാക്ക് വേണ്ടി ഞാൻ അവിടെ മരിച്ച പിന്നെ ഇക്ക ജീവിതകാലം മുഴുവൻ എന്നെ ഓർത്തിരിക്കുമല്ലോ എന്ന ആശ്വാസമായിരുന്നു അന്ന് അങ്ങനെ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച്. നൂറു, അന്ന് കെട്ടിമറിഞ്ഞ് നീ എൻ്റെ നെഞ്ചിൽ വന്ന് പതിച്ച ഓർമ്മയുണ്ടോ? ഒന്നും മനസ്സിലാവാൻ നീ എൻ്റെ കണ്ണിലേക്ക് നോക്കിയ ആ നോട്ടം. ഹോ, അന്ന് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയമിടിപ്പുകൾ തമ്മിൽ പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു. അത് അവസാന നാൾ വരെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ ഇരനണിഞ്ഞിരുന്നു. എനിക്കിനി ഒരുപാട് കാലം ഇക്കയുടെ കൂടെ ജീവിക്കണം. പക്ഷേ എൻ്റെ രോഗം കാരണം ഞാൻ മരിച്ചു പോകുന്നൊരു തോന്നലാണ് എനിക്ക്. രോഗമുള്ള ആളുകൾ മാത്രമാണ് ഈ ലോകത്തിൽ മരിക്കുന്ന മുഴുവൻ. ഒരസുഖമില്ലാത്ത എത്ര ആളുകൾ മരിച്ചു വീഴുന്നു. എന്തായാലും ഞാൻ മരിച്ചിട്ട് നീ മരിക്കൂ, അതങ്ങനെ ആയാൽ മതി. അല്ല, ഗസലിക്കാക്ക് മുന്നേ ഞാൻ മരിക്കും. വേണ്ട, ഞാനായിരിക്കും ആദ്യം മരിക്കുന്നത്. കാരണം നീ ഇല്ലാത്ത ലോകം എനിക്ക് ശൂന്യമായിരിക്കും. അതുകൊണ്ട് നീയുള്ള കാലം തന്നെ എനിക്ക് പോകണം. ആണോ? എന്നാൽ രണ്ടുപേർക്കും ഒരുമിച്ച് പോവാം. അതോടെ ആ തർക്കം അവിടെ നിർത്തിവെച്ചു. എന്നാലും ഞാൻ ആദ്യം മരിച്ച കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഇക്ക എന്നെ മറക്കില്ലേ? എനിക്ക് പകരം ഇക്ക മറ്റൊരു പെണ്ണിനെ കൂടെ കൂട്ടില്ലേ? നൂറയുടെ ഈ സംസാരം എനിക്കത്ര രസിച്ചില്ല. ഇതിനെക്കുറിച്ച് പറയാൻ ഇനിയും നിന്റെ നാവ് പൊങ്ങിയ ഗസലിന്റെ വായിന്ന് നീ വല്ലതും കേൾക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവിടെ ഇപ്പോൾ ആരും മരിക്കാൻ പോണില്ല, കേട്ടല്ലോ. പിന്നെ നിനക്ക് പകരം ഈ ഭൂമിയിൽ എനിക്ക് മറ്റൊരാളില്ല. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ അവൾക്ക് മുഖം കൊടുക്കാതെ അവിടുന്ന് പോയി. അസുഖം കാരണം ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നൂറ് സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞുകൊണ്ടിരുന്നു. എന്തോ ഈ പ്രാവശ്യം തിരിച്ചു പോകുമ്പോൾ നൂറേക്കാളേറെ എനിക്കായിരുന്നു സങ്കടം. ഒരുപക്ഷെ അവൾ തനിച്ചാക്കി പോകുന്നത് ഓർത്തായിരിക്കാം. ഒരുപാട് സമയം ഞാൻ അവളോട് സംസാരിച്ചു. കണ്ണുനിറയെ കണ്ടു. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു. വേഗം തന്നെ തിരിച്ചു വരണമെന്ന് പറഞ്ഞ് കവളിയൊരു മുത്തം നിന്ന് അവൾ എന്നെ യാത്രയാക്കി. കിട്ടുന്ന സമയമെല്ലാം ഞാൻ അവൾക്ക് ഫോൺ ചെയ്തുകൊണ്ടിരുന്നു.
ജോലി സമയങ്ങളിൽ പോലും അതിനുവേണ്ടി ഞാൻ സമയം കണ്ടെത്തി. ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് വയറിനുള്ളിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവും. അത് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ച് ഭേദാവുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. 1 വർഷത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. എല്ലാം കൊണ്ടും സന്തോഷമായി തിരിച്ചു പോകായിരുന്നു ഇപ്രാവശ്യം. രാത്രി 12 മണിക്കാണ് ഫ്ലൈറ്റ്. വൈകുന്നേരം നൂറിനെ വിളിച്ച് എന്താണ് ഗിഫ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട, ഇക്കയാണ് എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നായിരുന്നു അവളുടെ മറുപടി. എന്നാൽ നാളെ നേരിൽ കാണാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ഒന്നും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിന് അവൾക്കും വീട്ടുകാർക്കെല്ലാം ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ വാങ്ങി. എൻ്റെ റൂംമേറ്റ്സ് സാധനങ്ങളെല്ലാം കൂടി പാക്ക് ചെയ്ത് റെഡിയാക്കി. ആ രാത്രിയിൽ തന്നെ ഞാൻ നാട്ടിലേക്ക് പറന്നു. മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം. ഇനി ജീവിതകാലം മുഴുവൻ പ്രിയപ്പെട്ടവരുടെ കൂടെ. പുലർച്ചെ ആയപ്പോഴേക്കും ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി. എന്നെ സ്വീകരിക്കാൻ വന്ന വീട്ടുകാരെ കാണാനായിരുന്നു എൻ്റെ കണ്ണുകൾ തുടിച്ചിരുന്നത്. എയർപോർട്ടിൽ നിന്നിറങ്ങിയ ഉടനെ കൂട്ടുകാരെ ഇമ്രാനെ കണ്ടു. ഒന്ന് കൈവീശി കാണിച്ച് ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നേരിൽ കണ്ട സന്തോഷം പങ്കുവെച്ചു. അവരൊക്കെ എവിടെയാടാ? എല്ലാവരും കൂടെ നിന്റെ വണ്ടിയിൽ വരുന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നേ. ഗസലു, അത് അവർ വരുന്നില്ലെന്ന് പറഞ്ഞു. എന്നോട് വന്ന് നിന്നെ കൂട്ടാൻ പറഞ്ഞതാ. ഇമ്രാൻ വിക്കി വിക്കി പറഞ്ഞു. അതെന്താ? ഇന്നലെ വൈകുന്നേരം ഞാൻ വിളിച്ചപ്പോൾ അവരെല്ലാം വരാമെന്നായിരുന്നല്ലോ പറഞ്ഞ്. 100 പിന്നെ ആദ്യമേ പറഞ്ഞ അവൾ വരില്ലെന്ന്. എയർപോർട്ടിൽ എല്ലാവരുടെയും ഇടയിൽ സംസാരിക്കാൻ അവൾക്ക് ശമ്പലാണെന്ന്. വീട്ടിലെത്തിയിട്ട് സ്വസ്ഥമായിരുന്നു സംസാരിക്കുന്നു പറഞ്ഞിരിക്കുക പുള്ളിക്കാരി. ഞാൻ പറഞ്ഞു കേട്ട് ഇമ്രാൻ ഒരു ചെറുപുഞ്ചിരിയിൽ മറുപടി ഒതുക്കി. വാ, നീ വന്ന് വണ്ടി കയറി, വെറുതെ സമയം വഹിക്കണ്ട, നമുക്ക് പോകാം, ബാക്കി വണ്ടിയിൽ നിന്ന് സംസാരിക്കാം. ഇമ്രാൻ പറഞ്ഞതിനോട് ഞാൻ യോജിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഡാ, ഈ പ്രാവശ്യത്തിൻ്റെ വരവിന് ഇരട്ടി മധുരമുണ്ട്. ഈ പ്രാവശ്യം ഒരു തിരിച്ചു പോക്കില്ല. വിസ ക്യാൻസൽ ചെയ്തിട്ടാ ഞാൻ വന്നേ. ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കണമെന്നാ നൂറുവിൻ്റെ ആഗ്രഹം. വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും കൂടെ അടിച്ചു പൊളിക്കണം. ഞാൻ ഏറെ സന്തോഷവാനായി പറഞ്ഞിട്ടും ഇമ്രാന്റെ മുഖത്ത് അതിൻ്റെ പകുതി സന്തോഷം പോലും കണ്ടില്ല. ഡാ ഇമ്രാൻ, നിനക്കെന്താടാ എന്നെ കണ്ടിട്ട് സന്തോഷമില്ലാത്ത? എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഒന്നുമില്ലടാ, നമുക്ക് വീട്ടിലെത്തിട്ട് സംസാരിക്കാം. എന്താന്ന് വെച്ചാൽ നിനക്ക് പറ്റിയേ? എയർപോർട്ടിൽ നിന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് സംസാരിക്കാം. ഇപ്പോൾ വീട്ടിലെത്തിയിട്ട് നിനക്കൊരു വിശേഷങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ലടാ. എല്ലാം കേൾക്കണം, സമയമുണ്ടല്ലോ. ഇനിയൊന്നും നീ തന്നെ നാട്ടിലുണ്ടല്ലോ. അല്ല, നീ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇമ്രാൻ ഒരു ഹോട്ടലിനടുത്ത് വണ്ടി പാർക്ക് ചെയ്തതിനോട് ചോദിച്ചു. ഫ്ലൈറ്റിലെ ഫുഡ് എനിക്ക് പിടിച്ചില്ല, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ഇനി ഏതായാലും വീട്ടിലേക്കല്ലേ, അവിടെ എത്തിയിട്ടാവാം. വേണ്ട, നീ വണ്ടിയിലേക്ക്, ഞാൻ ഒരു ചായയും കടിയും വാങ്ങി വരാം. വേണ്ടടാ, എനിക്കിഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കാത്തിരിക്കുന്നു പറഞ്ഞിരിക്കാൻ 100. ഇനി ഇവിടുന്ന് കഴിച്ചു പോയ പെണ്ണിന് അത് മതിയോ ഒരാഴ്ചത്തേക്ക്. എന്നാലും വീട്ടിലെത്തട്ടെ. ഞാൻ പറഞ്ഞ മൈൻഡ് ചെയ്യാതെ ഇമ്രാൻ ചെന്ന് ചായ വാങ്ങി വന്നു. രണ്ടുപേരും ചായ കുടിച്ച് വീണ്ടും യാത്ര തുടങ്ങി. വീട് എത്താറായി തുടങ്ങി. ഗസലു, ചെറുപ്പം മുതൽ കാണാൻ തുടങ്ങിയത് ഞാൻ നിന്റെ ജീവിതം അടിമുടി അറിയുന്നവർ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ പക്വതയോടെ തൻ്റെ അടുത്തോടെ മനസ്സിലാക്കണം. ജീവിതത്തിൽ നമുക്ക് പലതും നേരിടേണ്ടി വരും. പലതും പടച്ചവൻ്റെ വിധിയായിരിക്കും. അതെല്ലാം നേരിടാനുള്ള മനക്കരുത്ത് വേണം നമുക്ക്. എവിടെയും തളർന്നു പോകരുത്. അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായില്ല. എന്നാലും ഇവനിതെന്ത് പറ്റിയെന്ന ഭാവത്തിൽ ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും അവൻ വീടിന് മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്തു. അപ്രതീക്ഷിതമായി വീടിന് മുമ്പിൽ അവിടെവിടെ ആളുകൾ കൂടി നിൽക്കുന്നു. അങ്ങിങ്ങായി അടക്കം പറച്ചിലുകളും. എന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ എല്ലാവരും കാറിനുള്ളിലേക്ക് നോക്കുന്നു. ഇമ്രാ, എടാ എന്താടാ ഇവിടെ ആളുകളൊക്കെ കൂടിയിരിക്കുന്നത്? എൻ്റെ ശബ്ദമിടറി. ഡോർ തുറന്നിറങ്ങുന്നതിനിടെ ഞാൻ അവനോട് ചോദിച്ചു. അവന് ഇറങ്ങി എൻ്റെ അടുത്ത് വന്നു. ഗസലു, ഡാ അത്. അത്ര പറഞ്ഞപ്പോഴേക്കും അവൻ്റെ ചുണ്ടുകൾ വരക്കാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ പറയടാ, എന്താ പ്രശ്നം? ഞാൻ ഇമ്രാനെ തോളിൽ പിടിച്ച് കുളിക്കൊണ്ട് ചോദിച്ചു. അത് നൂറുവിന്. എന്താടാ, എന്താ എൻ്റെ നൂറിന് പറ്റിയത്? പറയടാ. എൻ്റെ ശബ്ദം ആ പ്രദേശമാകെ മുഴങ്ങി. അവള് പോയടാ, നിന്നെ വിട്ട്. നിന്റെ 100 പോയടാ. അവൻ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ഇത് പറഞ്ഞപ്പോൾ ഒരു നിമിഷത്തേക്ക് ഞാൻ തരിച്ചു പോയി. എന്താ നീ പറഞ്ഞു? 100 എന്നെ വിട്ട് പോയെന്നോ? എന്നെ ഉപേക്ഷിച്ച് അവൾ ഒരുത്തൻ്റെ കൂടെയും പോവില്ല. അതിനവൾക്ക് കഴിയില്ല. ഞാൻ കാറിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു. ഗസലു, അവള് നിന്നെ ചതിച്ചൊരുത്തൻ്റെ കൂടെയും പോയതല്ല. അവള് മരിച്ചടാ. എന്ത്? എന്റെ 100? അവള് മരിച്ചെന്നോ? ഒന്ന് പോടാന്റെ മുമ്പിന്ന്. അവൾക്ക് ഞാൻ ഇന്നലെ വൈകുന്നേരം വിളിച്ച് സംസാരിച്ച ഒരു കുഴപ്പമില്ലായിരുന്നു എന്റെ പെണ്ണിന്. എന്നിട്ട് അവള് മരിച്ചെന്നോ? ഇന്ന് ഞാൻ വരുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന പറഞ്ഞ 100 ഇല്ലടാ, ഇത് ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് സത്യം പറ, എന്താ 100-ന്? ഇമ്രാൻ അവന്റെ നെഞ്ചിലേക്ക് എന്നെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്ക് എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഗസലു, 100 മോൾക്ക് ഇന്നലെ രാത്രി ഒരു 10 മണിയായപ്പോൾ മുതൽ വയറിന് അസ്വസ്ഥത തുടങ്ങി.
പ്രശ്നമൊന്നുമില്ല, ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞവൾ വാശി പിടിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വയറ് വീർക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഓരോ പരിശോധനയ്ക്കിടയിലും അവൾ നിന്നെ വിളിച്ചുകൊണ്ടായിരുന്നു ഗസലു കരഞ്ഞിരുന്നു. രാവിലെ ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കായിരുന്നു അവൾ. അവസാനം നീ വരോളം കാത്തിരിക്കാതെ എല്ലാവരെയും വിട്ട് അവൾ പോയി. ഓടുകയായിരുന്നു ഞാൻ അകത്തേക്ക്. അവിടെ നിശബ്ദമായിരുന്ന ആളുകളെല്ലാം എന്നെ കണ്ടതോടെ പൊട്ടി കരയാൻ തുടങ്ങി. സീറ്റ് ഔട്ടിലേക്കായിരുന്ന സ്റ്റെപ്പിൽ ഞാൻ തലയടിച്ച് വീണു. ആരൊക്കെയോ എന്നെ താങ്ങിയെടുത്ത് ഹാളിലേക്ക് കൊണ്ടുപോയി. അവിടെ കൂടിയവരൊക്കെ വിങ്ങിക്കരയുമ്പോൾ അവൾ മാത്രം വെള്ളവസ്ത്രമണിഞ്ഞ് പുഞ്ചിരിച്ച് കിടക്കുന്നു. വിടർന്നിരുന്ന അവളുടെ കണ്ണുകൾ പൂർണ്ണമായി അടഞ്ഞിരിക്കുന്നു. തകർന്നു പോയി ഞാൻ. ജീവനറ്റ അവളുടെ ശരീരത്തിനു മുമ്പിൽ എൻ്റെ ഹൃദയം തോറ്റുപോയി. പരിസരം മറന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. അപ്പോഴേക്കും ആരൊക്കെയോ എന്നെ പിടിച്ച് അവളുടെ അടുത്തിരുത്തി. മോനെ, 100 കണ്ടേക്ക്, ഞാൻ വന്നു എന്ന് പറഞ്ഞേക്ക്. നിന്നെ കാണുന്ന വാശിയായിരുന്നു അവൾക്ക്. അവളുടെ ഉപ്പ എന്നെ തോളിൽ തട്ടി പറഞ്ഞു. 100, എന്നൊന്ന് നോക്ക് 100, നിന്റെ ഗസലിക്ക് വന്നടി. എന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് നീ എന്താ എന്നെ നോക്കാത്ത? നിനക്ക് കാണണ്ട പെണ്ണെ, എന്നെ ഒന്ന് നോക്കടി. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു പറഞ്ഞിട്ട് ഞാനിവിടെ എത്തുന്നവരെ പോലെ നീ കാത്തിരുന്നില്ലല്ലോ. അപ്പോഴേക്കും പോയില്ലേ നീ? എന്തിനാ 100 എന്നെ ഈ ലോകത്ത് തനിച്ചാക്കി പോയത്? നീ എന്നെ കൂടെ കൊണ്ടുപോവായിരുന്നില്ലേ? എന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുന്ന നിന്റെ രൂപമായിരുന്നു ഇവിടെ എത്തുന്നവരെന്റെ മനസ്സിൽ. എന്നിട്ടിപ്പോ ഈ കിടപ്പാടിലെ 100 എനിക്ക് കാണേണ്ടി വന്ന്. 100, എന്നോടൊന്ന് മിണ്ടടി. പോവാണ് നിങ്ങളൊന്നും പറ 100. എന്നെ കണ്ട വായാടിയായിരുന്നു നിനക്കിപ്പോ. എന്നോടൊന്നും പറയാനില്ല. ആയിക്കോട്ടെ, എന്നോടൊന്നും പറയണ്ട 100, പ്ലീസ് ഒന്ന് നോക്ക് 100. നീല 100 പറഞ്ഞു നിനക്ക് ഗിഫ്റ്റ് വേണ്ട, എന്നെ കണ്ടാ മതിയെന്ന്. എന്നിട്ട് എന്താ നീ എന്നെ നോക്കാത്തത്? നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നെന്ന് കാണുക നിനക്ക്? ഇതൊക്കെ ഇനി ആർക്ക് വേണ്ടിയാ പെണ്ണ്? നിനക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കൊണ്ടുതരാം കേട്ടോ. ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് അവൾക്ക് പ്രത്യേകമാകിയൊരു പെർഫ്യൂം എടുത്ത് വന്നു. 100, ഇതേ നോക്കിയേ, നിനക്ക് ഇഷ്ടായോ? ഇതിന്റെ സ്മെല്ല് എങ്ങനെ നോക്കിയേ? പോവാൻ തയ്യാറായി കിടക്കുന്ന അവളുടെ പുതുവസ്ത്രത്തിൽ ഞാനത് പിടിപ്പിക്കാൻ ശ്രമിച്ചു. ഗസലു എണീക്കടാ, അവളിതൊന്നും കാണുന്നില്ലടാ, കൊണ്ടുപോകാൻ സമയമായി. വയറ് വീർക്കുന്ന പ്രശ്നമായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞതാ അധിക സമയം വെക്കരുതെന്ന്. പിന്നെ നീ വരുന്ന സ്ഥിതിക്ക് അവസാനമായി നിനക്കൊന്ന് കാണാനോ എന്ന് കരുതിയ ഇത്രയും സമയം. ഒരാൾ വന്ന് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോ കുറച്ച് സമയം ഒന്ന് കണ്ടിരിക്കാൻ പോലും അനുവാദമല്ലേ എനിക്ക്? അവൾക്ക് ഞാൻ ഒരുപാട് സമയം അവിടെ അടുത്ത് ഇരിക്കുന്നതായിരുന്നു ഇഷ്ടം. എന്നിട്ടിപ്പോ അതിന് പോലും എനിക്ക് പറ്റില്ലല്ലോ. ആരൊക്കെയോ ചേർന്ന് എന്നെ പിടിച്ചു മാറ്റിയപ്പോഴേക്കും അവളെയും കൊണ്ട് യാത്ര തുടങ്ങിയിരുന്നു. 100, കൊണ്ടുപോകല്ല എന്റെ പെണ്ണിനെ. അവൾക്ക് തനിച്ചു പോകാൻ പേടിയാ. എന്റെ കൂടെ കൊണ്ടുപോവണ്ട കൂടെ. ഞാൻ അലറിക്കൊണ്ടിരുന്നു. അവിടെ കൂടിയവരുടെ കണ്ണുകൾ അറിയാതെ തുളുമ്പിപ്പോയി. അടുത്ത കൂട്ടുകാർ ചേർന്ന് എന്നെ ആശ്വസിപ്പിച്ചു. ഞാനൊരുവിധം ശാന്തനായ ശേഷം എന്നെ അവർ ആ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയി. അവസാനമായി ഒരു പിടി മണ്ണിടാൻ ആരൊക്കെ എന്നോട് പറയുമ്പോൾ തകർന്നു പോയി ഞാൻ. കയ്യിലെടുത്ത മണ്ണ് എൻ്റെ കണ്ണുനീർ വീണ് നനഞ്ഞു കുതിർന്നിരുന്നു. വിറക്കുന്ന കൈകളാൽ ഞാനത് ആ കല്ലർക്ക് മീതെ ഇട്ടു. 100, ഇപ്പൊ നീ ശരിക്കും എന്നെ തനിച്ചാക്കി പോയി അല്ലേ? ജീവിച്ച് കൊതി തീർന്നിട്ടില്ലടി നിന്റെ കൂടെ. എനിക്ക് നീ തരുന്ന സ്നേഹം അനുഭവിച്ച് മതിയായിട്ടില്ലായിരുന്നു. ഇനി എന്തിനാ പെണ്ണ് ഞാൻ ഈ ലോകത്ത് ഒറ്റക്കായില്ല മോളെ. ഞാൻ ഗസലു വാടാ, നമുക്ക് പോവാടാ. നീ എഴുന്നേറ്റ് വന്നേ. എങ്ങനെയാണ് എന്റെ 100 ഈ മണ്ണി കിടക്കുമ്പോ ഞാൻ വീട്ടിൽ ചെന്ന് സുഖമായിട്ട് ഉറങ്ങുന്നത്? ഒന്ന് ഓർത്ത് നോക്കിയാടാ. എന്റെ പെണ്ണു ഞാൻ എത്ര അകലെയാടാ ഇപ്പോ. അവളുടെ മണ്ണറക്കരികിൽ ഇരുന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു ഞാൻ. 100, ഇനിയുള്ള കാലം കൂടെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ ഞാനെല്ലാം ഉപേക്ഷിച്ച് നിന്റെ അടുത്തേക്ക് പറന്നു വന്നത്? എന്നിട്ടെന്നെ കാണാൻ പോലും നിൽക്കാതെ നീ പോയില്ലേ? എനിക്ക് വേണ്ടി എല്ലായിടത്തും തോറ്റ് തന്നിട്ടല്ലേ ഉള്ളൂ പെണ്ണെ നീ. എന്നിട്ടിപ്പോ എന്തിനാ മരണത്തിൽ മാത്രം നീ ജയിച്ചത്? തോറ്റ് തന്നോടായിരുന്നു എനിക്ക്. നിന്റെ മടിയിൽ കിടന്ന് മരിക്കണമെന്ന് ഞാനല്ലായിരുന്നു പറഞ്ഞിരുന്നത്.
എന്നിട്ട് നീ എന്തിനാ ആദ്യം പോയത്? ഒരു വാക്ക് പോലും പറയാതെ എന്തിനാ പെണ്ണെ നീ പോയത്? അത് ഞാൻ ആ ബസ്സിനടി കിടന്ന് മരിച്ചോട്ടെന്ന് കരുതി കൂടായിരുന്നു നിനക്ക്. ഇതെനിക്കൊന്നും കാണേണ്ടിയിരുന്നില്ലല്ലോ. സഹിക്കാൻ പറ്റുന്നില്ല പെണ്ണെ എനിക്ക്. ഞാൻ നിന്നെ സ്നേഹിച്ചതിനേക്കാൾ ചെറുപ്പം ദൈവം നിന്നെ സ്നേഹിച്ചാണ്. അതുകൊണ്ടാണല്ലോ നിന്നെ ദൈവം വേഗം വിളിച്ചോണ്ട് പോയത്. എനിക്കാണല്ലോ നഷ്ടങ്ങളെല്ലാം. നീ മാത്രമായിരുന്നു എന്റെ ലോകം. ഈ ലോകത്തിൽ ഞാൻ പൂർണ്ണമായും പരാജയപ്പെട്ടവനായിട്ട്. കൂട്ടുകാർ എന്നെ താങ്ങി എഴുന്നേൽപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീശിയടിക്കുന്ന കാറ്റിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന ആ മൈലാഞ്ചി ചെടിയുടെ ശിഖരങ്ങൾ മീസാൻ കല്ലിനരികിലായി ഇരിക്കുന്ന ഗസലിന്റെ തലയിൽ തലോടുമ്പോൾ മാത്രമാണ് അവനിൽ നിന്നൊരു പുഞ്ചിരിയെങ്കിലും വിടരുന്നു. കൊടുംവേനലിന്റെ ചൂടിലും പടർന്നിരിക്കുന്ന മൈലാഞ്ചി ചെടിക്ക് പോലും സംശയം ഉണ്ടായിരിക്കാം, ഇവനെ ഇങ്ങനെ പ്രാന്തനാക്കിയ ആരാണ് ഇവിടെ ഉള്ളതെന്ന്. കണ്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നു, പ്രാർത്ഥിച്ചു പോകുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി 2 വർഷം കഴിഞ്ഞിട്ടും ഒരു മാറ്റവുമില്ലാതെ ഇവിടെ വരുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സമയം ഇവിടെ ഇരിക്കുന്നു, ആരോടുമില്ലാതെ സംസാരിക്കുന്നു. ചില സമയത്ത് ഒരു പ്രാന്തനെ പോലെ മതിമറന്ന് ചിരിക്കുന്നു. അതിനിടയിൽ കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരയുന്നു.